ഹലോ എവരിവൺ, എല്ലാവർക്കും വിവേകാനന്ദ IAS സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്ററിക്കകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടുള്ള പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരുപാട് പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ആ പ്രിൻസ്ലി സ്റ്റേറ്റുകളെല്ലാം ഇന്ത്യയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഇന്ന് കാണുന്നത് പോലത്തെ ഒരു യൂണിയൻ ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതെന്നും അതുപോലെ തന്നെ ഈ 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് ഇന്ത്യയിലെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ടെറിട്ടറിയുടെ ഒരു റീഓർഗനൈസേഷൻ നടന്നത് എന്നുള്ള കാര്യവുമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ദ കൺസോൾട്ടേഷൻ ഓഫ് ഇന്ത്യയാണ്, അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷൻ ആണ്. അപ്പോൾ ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷനെ കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതായത് നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാർ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്നത്തെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ മൂന്ന് രാജ്യങ്ങളാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് എൻറ്റിറ്റി അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന ടെറിട്ടോറിയൽ എൻറ്റിറ്റി ഒരു ഹോമോജിനസ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ യൂണിറ്റ് ആയിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ് ഉണ്ടായിരുന്നു. ഒന്ന്, ബ്രിട്ടീഷുകാർ ഡയറക്റ്റ്ലി റൂൾ ചെയ്യുന്ന ടെറിട്ടറീസ് ഉണ്ടായിരുന്നു. ഈ ബ്രിട്ടീഷുകാർ ഡയറക്റ്റ്ലി റൂൾ ചെയ്യുന്ന ടെറിട്ടറീസ് ആണ്. ആ ടെറിട്ടറീസിനെയാണ് അവർ പ്രൊവിൻസസ് ആയിട്ടും അതുപോലെ തന്നെ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ പ്രദേശങ്ങൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മദ്രാസ്, ബോംബെ, ബംഗാൾ, അസാം ഒക്കെ പോലുള്ള പ്രൊവിൻസസ് ഒക്കെ ഈ ഡയറക്റ്റ്ലി ബ്രിട്ടീഷ് റൂൾഡ് ആയിട്ടുള്ള ടെറിട്ടറിയുടെ ഭാഗമായിരുന്നു. ഇനി അത് കൂടാതെ ബ്രിട്ടീഷ് ക്രൗണിൻ്റെ സൂസേണിറ്റി അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്രൗണിൻ്റെ പാരാമൗണ്ടസി അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ ഭരിക്കുന്ന അല്ലെങ്കിൽ ലോക്കൽ റൂളേഴ്സ്, പ്രിൻസസ് ഭരിക്കുന്ന ചില നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങൾ നമ്മൾ വിളിക്കുക പ്രിൻസ്ലി സ്റ്റേറ്റുകൾ എന്നാണ്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ടോട്ടൽ ടെറിട്ടറിയുടെ നിയർലി 40% എന്ന് പറയുന്നത് ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളായിട്ടുള്ള ടെറിട്ടറീസ് ആയിരുന്നു. ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഒരിക്കലും ഡയറക്റ്റ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലായിരുന്നില്ല. ഓക്കെ, അതായത് പ്രിൻസ്ലി സ്റ്റേറ്റുകളുടെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസ്ലി സ്റ്റേറ്റുകളുടെ ഇന്റേണൽ ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ, അതായത് ആ പ്രിൻസ്ലി സ്റ്റേറ്റിന്റെ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുകൊണ്ടിരുന്നത് ആ രാജ്യത്തിലെ രാജാവാണ്. ബ്രിട്ടീഷുകാർ അവരെ വിളിച്ചുകൊണ്ടിരുന്നത് പ്രിൻസസ് എന്നാണ്. നാട്ടുരാജാക്കന്മാരാണ്. പക്ഷേ ആ പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റിന്റെ എക്സ്റ്റേണൽ അഫയേഴ്സ്, അതുപോലെ തന്നെ അവരുടെ ഡിഫൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷ് അതോറിറ്റീസ് ആയിരിക്കും നോക്കുന്നുണ്ടാവുക. അതുകൂടാതെ ഈ ബ്രിട്ടീഷ് അതോറിറ്റീസിനെ ഈ പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റുകളുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് എംപയറിനെ പ്രിൻസ്ലി സ്റ്റേറ്റുകളുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് രാജാവിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അറേഞ്ച്മെൻ്റ് ആണ് ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സമയത്ത്, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത് 1947 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്നൊരു നിയമമുണ്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947. ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 എന്ന് പറയുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 അനുസരിച്ച് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർ ഡയറക്റ്റ്ലി റൂൾ ചെയ്തിരുന്ന ടെറിട്ടറീസ്, അതായത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന പ്രദേശങ്ങളെ അവർ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും പറഞ്ഞിട്ട് രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് അല്ലെങ്കിൽ രണ്ട് ഡൊമീനിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. ഇനി ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളുടെ കാര്യത്തിൽ, ഈ രാജ്യങ്ങളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഈ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ ഒരു കാലത്തും ഡയറക്റ്റ്ലി അഡ്മിനിസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പകരം ഈ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർ ഈ ബ്രിട്ടീഷ് ക്രൗണിൻ്റെ സൂസേണിറ്റി അല്ലെങ്കിൽ അധീശത്വം, പരമാധികാരം അംഗീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷ് എംപയറിൻ്റെ ഭാഗമായിട്ട് തുടരുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളുടെ കാര്യത്തിൽ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്
ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതോടുകൂടി, ദാറ്റ് മീൻസ് ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 നിലവിൽ വരുന്നതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്രൗണിന് പ്രിൻസ്ലി സ്റ്റേറ്റുകളുടെ മുകളിലുള്ള പാരാമൗണ്ടസി അല്ലെങ്കിൽ സൂസേണിറ്റി അത് ലാപ്സ് ആവും. ഓക്കെ, അതായത് ബ്രിട്ടീഷ് ക്രൗണിൻ്റെ അധീശത്വം അല്ലെങ്കിൽ അവരുടെ പരമാധികാരം, ഈ രാജ്യങ്ങളുടെ മുകളിലുള്ള പരമാധികാരം ഇല്ലാതാവും. ദാറ്റ് മീൻസ് ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് മാറുന്നത് പോലെ തന്നെ ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളും പ്രാക്ടിക്കലി ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് ആയിട്ട് മാറും. കാരണം അവരിനി തൊട്ട് ബ്രിട്ടീഷ് എംപയറിൻ്റെ ഭാഗമല്ല, ബ്രിട്ടീഷ് എംപയറിൻ്റെ കൺട്രോൾ അതിൻ്റെ മുകളിലില്ല. ഇനി ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളുടെ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ ഈ നിയമത്തിൽ പറയുന്നത്, ഇത്തരത്തിൽ ബ്രിട്ടീഷ് പാരാമൗണ്ടസ്, ഈ സ്റ്റേറ്റുകളുടെ മുകളിലുള്ള ബ്രിട്ടീഷ് പാരാമൗണ്ടസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സൂസേണിറ്റി അവസാനിക്കുന്ന സമയത്ത് ഈ സ്റ്റേറ്റുകളുടെ, ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളുടെ ഫ്യൂച്ചർ എന്തായിരിക്കണം എന്നുള്ള കാര്യം, ഇവരുടെ ഭാവി എന്തായിരിക്കണം എന്നുള്ള കാര്യം അതത് രാജ്യങ്ങളിലെ റൂളേഴ്സിന് തീരുമാനിക്കാം. ഓക്കെ, അതായത് ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളിലെ രാജാക്കന്മാർക്ക് തീരുമാനിക്കാം അവരുടെ ഭാവി എന്താണെന്നുള്ളത്. സോ ദാറ്റ് മീൻസ് it is up to the rulers of the princely state, or it is up to the local kings, okay, to decide whether they want to join India or Pakistan. Okay, അതായത് ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളിലെ രാജാക്കന്മാരുടെ തീരുമാനമാണ് അവർക്ക് ഇന്ത്യയിൽ ജോയിൻ ചെയ്യണോ പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിനകത്ത് പറയുന്നത് ഈ രാജാക്കന്മാരുടെ തീരുമാനം അനുസരിച്ച് ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകൾക്ക് ഒന്നുകിൽ ഇന്ത്യയിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാം എന്നാണ്. അപ്പോൾ ഇവരുടെ മുന്നിൽ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഓക്കെ, ഇവർക്ക് ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു തേർഡ് ഓപ്ഷനും അവർക്ക് അവൈലബിൾ ആയിരിക്കും. ദാറ്റ് മീൻസ് ഒന്നുകിൽ ഇന്ത്യയിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യാം. ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താ, ദേ ക്യാൻ ഓൾസോ ഹാവ് എ തേർഡ് ഓപ്ഷൻ ബൈ സ്റ്റേയിങ് ഇൻഡിപെൻഡൻറ്റ്. അവർക്ക് എന്ത് ചെയ്യാം, ഞങ്ങൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും ജോയിൻ ചെയ്യുന്നില്ല, സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് നിൽക്കാം എന്നുള്ളൊരു ഓപ്ഷനും കൂടി അവിടെ ഇംപ്ലൈഡ് ആയിട്ടുണ്ട്, ഈവൻ ദോ ഈ നിയമത്തിനകത്ത് അത് പറഞ്ഞിട്ടില്ലെങ്കിലും. അപ്പോൾ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നൊരു സമയത്ത്, അല്ലെങ്കിൽ 45 സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അവസാനത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പായൊരു സമയത്ത്, ഓക്കെ, അതായത് 45 സെക്കൻഡ് വേൾഡ് വാർ കഴിയുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ പിന്നീട് 45 സെക്കൻഡ് വേൾഡ് വാറിൻ്റെ അവസാന കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി ഗവൺമെൻറ് ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള തീരുമാനം 45-46 ടൈം പീരീഡ് ആകുമ്പോഴേക്കും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ടൈം, ബ്രിട്ടീഷുകാർ എപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നുള്ളത് ഇനി ജസ്റ്റ് ഒരു മാറ്റർ ഓഫ് ടൈം മാത്രമാണ്, അത് വിഡ്രോ ചെയ്യുന്ന ഉറപ്പാണ്. അപ്പോൾ ആ സമയം തൊട്ടേ ഇന്ത്യയിലെ ലീഡേഴ്സിൻ്റെ മുന്നിലുണ്ടായിരുന്ന വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻസിൽ ഒന്നെന്ന് പറയുന്നത് ഹൗ ടു ഡീൽ വിത്ത് ദീസ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്നാണ്. കാരണം ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളെ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റുകളായിട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ഇപ്പോൾ നിങ്ങൾ ഈ മാപ്പ് നോക്കിയാൽ മതി, ഇതാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ മാപ്പ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പിങ്ക് പാച്ചസ് ആയിട്ട് കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റുകളാണ്. അപ്പോൾ ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ബേസിക്കലി ഒരു ഫ്രാക്ചേർഡ് ആയിട്ടുള്ള ജോഗ്രഫിക്കൽ അല്ലെങ്കിൽ ഒരു ടെറിട്ടോറിയൽ എൻറ്റിറ്റി ആയിരിക്കും. അങ്ങനെ ഒരു രാജ്യത്തിന് നിങ്ങൾക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. സോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അതായത് ഇഫ് ഇന്ത്യ നീഡ് ടു എക്സിസ്റ്റ് ഓർ സർവൈവ് ആസ് എ ലെജിബിൾ ഓർ എ ക്രെഡിബിൾ ടെറിട്ടോറിയൽ എൻറ്റിറ്റി, ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഓക്കെ, we should make sure that these princely state will join India. അതായത് ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ പാകിസ്ഥാൻ്റെ കൂടെ പോകുന്നില്ല, സ്വതന്ത്രമായിട്ട് നിൽക്കുന്നില്ല, ഇന്ത്യയിൽ ജോയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സർവൈവലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 46 ഒക്കെ ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ലീഡേഴ്സിൻ്റെ മുന്നിലുണ്ടായിരുന്ന വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻസിൽ ഒന്നായിരുന്നു എങ്ങനെ ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളെ ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യിക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാര്യത്തിനെയാണ്, അതായത് ഈ പറയുന്ന അന്നത്തെ ലീഡേഴ്സ് ഈ പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റുകളെ ഓരോന്നായിട്ട് ഇന്ത്യയിൽ ജോയിൻ ചെയ്യിച്ച പ്രോസസ്സിനെയാണ് നമ്മൾ കൺസോൾട്ടേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻറ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഇൻറ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ആക്ച്വൽ ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 47 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യക്കകത്ത് ഒരുപാട് പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ആക്ച്വലി ഇതിനകത്ത് ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളുടെ എണ്ണത്തിനകത്ത് പല സ്ഥലങ്ങളിലും ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ജനറലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് there were 565 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഓക്കെ, ചില സ്ഥലങ്ങളിലൊക്കെ ഇത് 562 എന്ന് പറയുന്ന കണക്കും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒട്ടുമിക്ക ഹിസ്റ്റോറിയൻസും അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഫിഗർ എന്ന് പറയുന്നത് 565 ആണ്. അപ്പോൾ 565 നാട്ടുരാജ്യങ്ങൾ 47 ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ 47 ഓഗസ്റ്റ് 15 ആകുമ്പോഴേക്കും ഇവർക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടും, ഇവരെല്ലാം ഇൻഡിപെൻഡൻറ്റ് കൺട്രീസ് ആയിട്ട് മാറും.
അപ്പോൾ ഈ പറയുന്ന 565 നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യൻ യൂണിയനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു മാസീവ് നമ്പർ കണ്ടിട്ട് ഞെട്ടേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 565 പ്രിൻസ്ലി സ്റ്റേറ്റുകളിൽ വാസ്റ്റ് മെജോറിറ്റി പ്രിൻസ്ലി സ്റ്റേറ്റുകളും വളരെ കുഞ്ഞു നാട്ടുരാജ്യങ്ങളായിരുന്നു. അതായത് ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ ഒരു ക്രൈറ്റീരിയ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു പഞ്ചായത്തൊക്കെ ആവാനുള്ള അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആവാനുള്ള വലുപ്പം മാത്രമേ നാട്ടുരാജ്യങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അത് എത്രത്തോളം ചെറിയ നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 565 നാട്ടുരാജ്യങ്ങളിൽ ഒരു അപ്രോക്സിമേറ്റ്ലി 200 പ്രിൻസ്ലി സ്റ്റേറ്റുകളും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരൊറ്റ സ്ഥലത്താണ്. അതായത് ഗുജറാത്തിൽ ഈ കത്തിയവാർ പെനൻസുല എന്ന് പറഞ്ഞൊരു റീജിയൻ ഉണ്ട്. ഇവിടെയായിരുന്നു വാസ്റ്റ് മെജോറിറ്റി നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അത്ര കുഞ്ഞു നാട്ടുരാജ്യങ്ങളായിരിക്കും. പക്ഷെ അതേസമയം സൈസബിൾ പോപ്പുലേഷനുള്ള സൈസബിൾ ടെറിട്ടറി ഉള്ള വലിയ നാട്ടുരാജ്യങ്ങളും ഇന്ത്യയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ സദേൺ എൻഡിൽ വരുന്ന ട്രാവൻകൂർ എന്ന് പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്, തിരുവിതാംകൂർ, അതുപോലെ തന്നെ ഈ ഡെക്കാൻ റീജിയനിൽ വരുന്ന ഹൈദരാബാദ് എന്ന് പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്, ഇന്ത്യയിലെ ഏറ്റവും അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള 1 കോടിയിൽ കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടായിരുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ് ഹൈദരാബാദ്. അതേപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത് ഏകദേശം 2 ലക്ഷത്തിൽ കൂടുതൽ സ്ക്വയർ കിലോമീറ്റർ വലുപ്പമുള്ള ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്. അപ്പോൾ ഇത്തരത്തിൽ സൈസബിൾ ആയിട്ടുള്ള പോപ്പുലേഷനുള്ള സൈസബിൾ ആയിട്ടുള്ള ടെറിട്ടറി ഉള്ള പ്രിൻസ്ലി സ്റ്റേറ്റുകളും ഈ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളെ ഇന്ത്യൻ യൂണിയനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുവഴി ഇന്ത്യനെ ടെറിട്ടോറിയലി കൺസോൾഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ജോലി അന്നത്തെ ഇന്ത്യയുടെ ഇൻ്ററിം ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ് ലീഡറായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. അപ്പോൾ ഈ സർദാർ വല്ലഭായ് പട്ടേലും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളി കൂടിയായിരുന്ന VP മേനോൻ എന്ന് പറയുന്ന സിവിൽ സർവൻറ്റും കൂടിയാണ് ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളുമായിട്ടുള്ള നെഗോസിയേഷൻസിനെയൊക്കെ സ്പിയർ ഹെഡ് ചെയ്യുന്നതും ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഓരോന്നിനായിട്ട് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള ജോലി 47 ഓഗസ്റ്റ് 15 നമ്മൾ ആരംഭിക്കുന്നത്. 45 രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ബ്രിട്ടനിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് വന്ന സമയത്തെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 46 ഒക്കെ ആകുമ്പോഴേക്കും തന്നെ ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഇന്ത്യൻ യൂണിയനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ 565ഓളം വരുന്ന നാട്ടുരാജ്യങ്ങളിൽ വാസ്റ്റ് മെജോറിറ്റി പ്രിൻസ്ലി സ്റ്റേറ്റുകളും 47 ഓഗസ്റ്റ് 15 ആകുമ്പോഴേക്കും തന്നെ ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും കൂടി ഫോളോ ചെയ്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഒരു കൃത്യമായിട്ടുള്ളൊരു സിംഗുലാർ അപ്രോച്ച് ആയിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളിൽ വാസ്റ്റ് മെജോറിറ്റി പ്രിൻസ്ലി സ്റ്റേറ്റുകളും വളരെ കുഞ്ഞു നാട്ടുരാജ്യങ്ങളായിരുന്നു. സോ ദാറ്റ് മീൻസ് അവിടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയുടെ വലുപ്പമുള്ള ടെറിട്ടറി ഉണ്ടാവും. അവിടെ ഒരു രാജാവ് ഉണ്ടാവും, അദ്ദേഹത്തിന് രാജാവ് എന്നുള്ള പേരുണ്ടാവും, വലിയൊരു വീടുണ്ടാവും, അതിനെ അവർ കൊട്ടാരം എന്ന് വിളിക്കും. അതല്ലാതെ വലിയ വരുമാനമോ വലിയ സാമ്പത്തിക ശേഷിയോ വലിയ പോപ്പുലേഷനോ ഒന്നും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടുമിക്ക നാട്ടുരാജ്യക്കാരും ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്യാൻ തയ്യാറാവുന്നത് അന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇവരുടെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ആണ്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇവരുടെ മുന്നിൽ വെച്ചൊരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദേ ജോയിൻ വിത്ത് ഇന്ത്യൻ യൂണിയൻ, അതായത് ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ രാജാവിൻ്റെ ടൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ രാജാവിൻ്റെ കൊട്ടാരം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിൽ പേ an annual pension known as privy purse to these kings. ഓക്കെ, ഈ രാജാക്കന്മാർക്കും ഈ രാജാക്കന്മാരുടെ പിൻതലമുറയിൽപ്പെടുന്നവർക്കും പ്രിവി പേഴ്സ് എന്ന് പറയുന്ന ഒരു ആനുവൽ സം ഓഫ് മണി, ഒരു പെൻഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പേ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ കൊട്ടാരം, അവരുടെ ഈ പറയുന്ന രാജാവ് എന്നുള്ള പേരും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ ഈ പ്രിവി പേഴ്സും കൂടി കിട്ടും. അപ്പോൾ ഇതൊരു സേഫ് ഓപ്ഷനാണ്, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഈ പ്രിവി പേഴ്സ് എന്നുള്ള ഈ ഓപ്ഷൻ ഇവർക്ക് മുന്നിൽ വെച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓഫർ വെച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാരിൽ വലിയൊരു ശതമാനം നാട്ടുരാജാക്കന്മാരും കുറച്ചൊരു നാഷണലിസ്റ്റ് സ്പിരിറ്റുള്ള ആൾക്കാരും കൂടിയായിരുന്നു. അപ്പോൾ അതിൽ ഒട്ടുമിക്ക നാട്ടുരാജ്യങ്ങളും വളണ്ടറിലി ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഇൻറ്റിമിഡേഷൻ ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ ഈ പ്രിവി പേഴ്സ് എന്നൊക്കെ പറയുന്ന ഓഫർ നിരസിച്ചിട്ടുള്ള, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇന്ത്യൻ യൂണിയനിൽ വളണ്ടറിലി ജോയിൻ ചെയ്യാൻ തയ്യാറാവാത്ത നാട്ടുരാജ്യങ്ങളിൽ ചില നാട്ടുരാജ്യങ്ങളെങ്കിലും നമ്മൾ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇൻറ്റിമിഡേറ്റ് ചെയ്തുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഈ കാലഘട്ടം നടന്നിട്ടുള്ള ഡിബേറ്റുകൾ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ജവഹർലാൽ നെഹ്റു നടത്തിയ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പ്രസംഗമുണ്ട്. അപ്പോൾ ആ പ്രസംഗത്തിൽ ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്,
if the kings of these princely states refuse to join Indian Union, the government of India will declare them as അല്ലെങ്കിൽ designate them as enemy states എന്ന് പറയുന്നുണ്ട്. അതായത് ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളുടെ രാജാക്കന്മാർ ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ ജോയിൻ ചെയ്യാൻ തയ്യാറല്ലാത്ത നാട്ടുരാജ്യങ്ങളെ ഞങ്ങൾ ശത്രു രാജ്യങ്ങളായിട്ട് പ്രഖ്യാപിക്കും, എനിമി സ്റ്റേറ്റ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ സമയത്തിന് അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു രാജ്യമാണ്. ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ നിങ്ങൾ ഇൻഡിവിജ്വലി എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാണ്. അപ്പോൾ ഇവർക്കൊരിക്കലും ഇന്ത്യയുടെ സൈനിക ശക്തിയെ നേരിടാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. സോ ദാറ്റ് മീൻസ് ഞങ്ങൾ ശത്രു രാജ്യങ്ങളായിട്ട് പ്രഖ്യാപിക്കും, നിങ്ങൾക്കെതിരായിട്ട് ആക്രമണം നടത്തുന്നുള്ള ഭീഷണി വരെ അന്ന് ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിക്കുന്നുണ്ട്. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സർദാർ പട്ടേലും വി പി മേനോനും ഇവരുമായിട്ട് നെഗോസിയേഷൻസ് നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ 47 ഒക്കെ ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ 47 ഓഗസ്റ്റ് 15 ആകുമ്പോഴേക്കും ബ്രിട്ടീഷ് ഇന്ത്യയിലുണ്ടായിരുന്ന ഒട്ടുമിക്ക പ്രിൻസ്ലി സ്റ്റേറ്റുകളും ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. പക്ഷേ 47 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തും ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യാൻ തയ്യാറല്ലാത്ത ചില മേജർ പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു 5 പ്രിൻസ്ലി സ്റ്റേറ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിലൊന്നാമത്തതാണ് നമ്മൾ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് എന്നുള്ള ഓർഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലൊന്നാമത്തതായിരുന്നു ഏറ്റവും സദേൺ എൻഡിൽ കിടക്കുന്ന ട്രാവൻകൂർ എന്ന് പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്. അതായത് തിരുവിതാംകൂർ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഉൾപ്പെടുന്ന തിരുവിതാംകൂർ. അതായത് തിരുവിതാംകൂർ രാജാവിൻ്റെ അല്ലെങ്കിൽ ട്രാവൻകൂർ കിങ്ങിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, എസ്പെഷ്യലി ട്രാവൻകൂർ കിങ്ങിൻ്റെയും അദ്ദേഹത്തിൻ്റെ ദിവാനായിരുന്ന സർ സി പി എന്നറിയപ്പെടുന്ന ഒരു ദിവാൻ ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൻകൂറിനെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെയായിരുന്നു ഇന്ത്യയുടെ ഡെക്കാൻ റീജിയനിൽ കിടക്കുന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് അഫ്ലുവൻ്റ് ആയിട്ടുള്ള പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്ന ഹൈദരാബാദ്. അതായത് ഹൈദരാബാദിലെ രാജാവായിരുന്ന നൈസാമിൻ്റെയും ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഹൈദരാബാദിനെ ഒരു ഇൻഡിപെൻഡൻസ് സ്റ്റേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഗുജറാത്തിൽ കത്തിവാർ പെനിൻസുലയിലുള്ള അറേബ്യൻ സീയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജുനഗഡ് എന്ന് പറയുന്ന ചെറിയൊരു പ്രിൻസ്ലി സ്റ്റേറ്റ് ഉണ്ട്. ജുനഗഡിൻ്റെയും രാജാവ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഇൻഡിപെൻഡൻസ് സ്റ്റേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെയാണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ മണിപ്പൂർ, നോർത്തേൺ ഇന്ത്യയിലുള്ള ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ഈ 5 പ്രിൻസ്ലി സ്റ്റേറ്റുകളും 47 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തും ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യാൻ റെഫ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വിസമ്മതിച്ചിട്ടുള്ള 5 നാട്ടുരാജ്യങ്ങളായിരുന്നു. ഓക്കെ, തിരുവിതാംകൂർ, അതേപോലെ തന്നെ ഹൈദരാബാദ്, ജുനഗഡ്, മണിപ്പൂർ, ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ഈ 5 നാട്ടുരാജ്യങ്ങളെയും പല രീതിയിലാണ് പിന്നീട് നമ്മൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് തിരുവിതാംകൂറാണ്. ഇപ്പോൾ തിരുവിതാംകൂറിൻ്റെ കേസിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവിതാംകൂറിൽ ഈ രാജാവ് ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യാതിരിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനത്തിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അന്നത്തെ ട്രാവൻകൂർ ദിവാനായിരുന്ന സർ സി പിയുടെ തീരുമാനമായിരുന്നു. പക്ഷേ ഈ സർ സി പി എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ ജനങ്ങൾക്കിടയിൽ, എസ്പെഷ്യലി കർഷക തൊഴിലാളികൾക്കിടയിൽ വലിയ രീതിയിൽ അനഭിമിതനായിട്ടുള്ള, അല്ലെങ്കിൽ തൊഴിലാളികൾക്കൊന്നും അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പിന്നെ നമ്മൾ ഈ കേരളത്തിൻ്റെയൊക്കെ ചരിത്രത്തിൽ പറഞ്ഞ പുന്നപ്ര വയലാർ പോലുള്ള സംഭവങ്ങൾക്കൊക്കെ ശേഷം പുള്ളി ഭയങ്കര നൊട്ടോറിയസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ സർ സി പിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ജീവഭയം കാരണം സർ സി പി ഈ തിരുവിതാംകൂറിൽ നിന്ന് പുള്ളിയുടെ സ്വദേശത്തേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ സർ സി പി പോയതോട് കൂടിയിട്ട് രാജാവിനുള്ള ഈ സപ്പോർട്ട് ബേസ് ഇല്ലാതായി. പിന്നീട് തിരുവിതാംകൂർ രാജാവ് ഇന്ത്യൻ യൂണിയനിൽ വളണ്ടറിലി ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മണിപ്പൂരിൻ്റെ കേസിലാണെങ്കിൽ മണിപ്പൂരിലെ അന്നത്തെ രാജാവ് എന്ന് പറയുന്നത് ഒരു മഹാരാജ ബോധ് ചന്ദ്രസിംഗ് എന്ന് പറയുന്ന രാജാവായിരുന്നു. സോ അദ്ദേഹവും ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മണിപ്പൂരിനെ ഒരു ഇൻഡിപെൻഡൻസ് സ്റ്റേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മണിപ്പൂരിനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയിട്ട് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. മണിപ്പൂരിന് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ആൻഡ് ഹി ഹാവ് മാസീവ് സപ്പോർട്ട് അമംഗ് ദി മെയ്തേയ് കമ്മ്യൂണിറ്റി ഓഫ് മണിപ്പൂർ. മണിപ്പൂരിലെ ഏറ്റവും പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആയിട്ടുള്ള മെയ്തേയ് കമ്മ്യൂണിറ്റിക്കിടയിൽ ഈ മഹാരാജ ബോധ് ചന്ദ്ര സിംഗിന് അത്യാവശ്യം പോപ്പുലർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അന്ന് ഇന്ത്യൻ ഗവൺമെൻറ് ചില ഇൻറ്റിമിഡേഷൻ ടാക്ടിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്, ചെറിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടാണ് മണിപ്പൂർ ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ളത് 3 സ്റ്റേറ്റുകളാണ്. ഓക്കെ, അതായത് ഹൈദരാബാദ്, ജുനഗഡ്, ജമ്മു ആൻഡ് കാശ്മീർ. ഈ 3 സ്റ്റേറ്റുകൾക്കും ചില സവിശേഷമായിട്ടുള്ള പ്രത്യേകതകൾ ഈ 3 സ്റ്റേറ്റുകളും ഇന്ത്യയിൽ ജോയിൻ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൈദരാബാദും ജുനഗഡും ജമ്മു ആൻഡ് കാശ്മീരും എങ്ങനെയാണ് ഇന്ത്യയിൽ ജോയിൻ ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റേറ്റാണ് ഇത്തരത്തിൽ ഈ 3 സ്റ്റേറ്റുകളിൽ ഇന്ത്യയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് സ്റ്റേറ്റാണ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബാക്കിയുള്ള 4 പ്രിൻസ്ലി സ്റ്റേറ്റുകൾക്കും ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യാൻ തയ്യാറാവാതിരുന്ന മറ്റുള്ള 4 പ്രിൻസ്ലി സ്റ്റേറ്റുകൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത ജമ്മു ആൻഡ് കാശ്മീരിനുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ തിരുവിതാംകൂർ നോക്കുകയാണെങ്കിൽ തിരുവിതാംകൂറിന് ലാൻഡ് ബോർഡേഴ്സ് ഉള്ളതെല്ലാം തന്നെ ഇന്ത്യയുമായിട്ടാണ്. ഒരു സൈഡിൽ അറേബ്യൻ സീ ആണ്. ജുനഗഡിന്റെ കേസിലും ഇത് തന്നെയാണ് അവസ്ഥ. ഒരു സൈഡിൽ അറേബ്യൻ സീ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യൻ യൂണിയനുമായിട്ടുള്ള അതിർത്തി. മണിപ്പൂരിന്റെ കേസിൽ മണിപ്പൂർ ഒരു ലാൻഡ് ലോക്ക്ഡ് ടെറിട്ടറിയാണ്. മണിപ്പൂരുമായിട്ട് 3 ഏരിയാസിലും അല്ലെങ്കിൽ മണിപ്പൂരിന്റെ 3 വശത്തും അതിർത്തി ഉള്ളത് ഇന്ത്യക്കാണ്. പക്ഷേ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന, ഇനി ഹൈദരാബാദിന്റെ കേസിലാണെങ്കിൽ ഹൈദരാബാദിന്റെ 4 വശവും ഇന്ത്യയാണ്. ഇന്ത്യക്കകത്തുള്ള എൻക്ലേവ് പോലെയാണ് ഹൈദരാബാദ് കിടക്കുന്നത്. പക്ഷേ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിന് 4 രാജ്യങ്ങളുമായിട്ട് അതിർത്തി ഉണ്ടായിരുന്നു. അതായത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ സൗത്തിൽ അവർക്ക് ഇന്ത്യയുമായിട്ട് ബോർഡർ ഉണ്ട്. ഈസ്റ്റിലും അതുപോലെ തന്നെ നോർത്തിലും ചൈനയുമായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിന് മാസീവ് ആയിട്ടുള്ളൊരു ബോർഡർ വരുന്നുണ്ട്. നോർത്ത് വെസ്റ്റ് ആയിട്ട് അഫ്ഗാനിസ്ഥാനുമായിട്ട് ചെറിയൊരു അതിർത്തി ഉണ്ട്. വെസ്റ്റേൺ സൈഡിൽ പാകിസ്ഥാനുമായിട്ട് അതിർത്തി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 4 രാജ്യങ്ങളുമായിട്ട് അതിർത്തി ഷെയർ ചെയ്യുന്ന ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള 2 ലക്ഷം സ്ക്വയർ കിലോമീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഒരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിൽക്കാനുള്ള എല്ലാ ഓപ്ഷൻസും ജമ്മു ആൻഡ് കാശ്മീരിനുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയിൽ ജോയിൻ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജമ്മു ആൻഡ് കാശ്മീർ ബേസിക്കലി ഒരു ഫ്രോണ്ടിയർ സ്റ്റേറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ്. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ അവരുടെ ഡെമോഗ്രഫിയും ഒരു പൊളിറ്റിക്സും നോക്കിക്കഴിഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിനെ ഭരിച്ചുകൊണ്ടിരുന്നത് മഹാരാജ ഹരി സിംഗ് എന്ന് പറയുന്ന രാജാവാണ്. സോ ഈ മഹാരാജ ഹരി സിംഗ് എന്ന് പറയുന്നത് ഹി വാസ് എ ദോഗ്ര ഹിന്ദു റൂളർ. അതായത് രജപുത്ര കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഒരു ക്ലാൻ ആണ് ദോഗ്രാസ് എന്ന് പറയുന്നത്. സോ ഒരു രജപുത്രനായിരുന്ന ഹിന്ദു രാജാവാണ് മഹാരാജ ഹരി സിംഗ് എന്ന് പറയുന്നത്. സോ ഈ മഹാരാജ ഹരി സിംഗ് ഭരിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിലെ പോപ്പുലേഷൻ്റെ മെജോറിറ്റിയും മുസ്ലിം പോപ്പുലേഷൻ ആയിരുന്നു. സോ ദാറ്റ് മീൻസ് ജമ്മു ആൻഡ് കാശ്മീർ ഈസ് എ പ്രിൻസ്ലി സ്റ്റേറ്റ് വിത്ത് എ മുസ്ലിം മെജോറിറ്റി പോപ്പുലേഷൻ ആൻഡ് എ ഹിന്ദു കിങ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന റിലീജിയൻ്റെ ആംഗിൾ അവിടെ കിടക്കുന്നുണ്ട്. അതുകൂടാതെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ സൈസബിൾ ആയിട്ടുള്ള അതിർത്തി പാകിസ്ഥാനുമായിട്ടും ഉണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഫോം ചെയ്യുന്നത് തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രാജ്യം എന്നുള്ള രീതിയിലാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ മുഹമ്മദ് അലി ജിന്ന പോലുള്ള പാകിസ്ഥാൻ്റെ ഫൗണ്ടേഴ്സ് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും ഇന്ത്യയിലെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിം മെജോറിറ്റി ഏരിയാസ് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കാശ്മീർ ബീങ് എ മുസ്ലിം മെജോറിറ്റി പ്രിൻസ്ലി സ്റ്റേറ്റ്, ദ പാകിസ്ഥാൻ റൂളേഴ്സ് ലെജിറ്റിമേറ്റ്ലി ബിലീവ്ഡ് ദാറ്റ്, അതായത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ദേ ലെജിറ്റിമേറ്റ്ലി ബിലീവ്ഡ് ദാറ്റ് ബീങ് എ മുസ്ലിം മെജോറിറ്റി പ്രിൻസ്ലി സ്റ്റേറ്റ് പാകിസ്ഥാൻ ഷുഡ് ബിക്കം എ പാർട്ട് ഓഫ് കാശ്മീർ ഷുഡ് ബിക്കം എ പാർട്ട് ഓഫ് പാകിസ്ഥാൻ. അതായത് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കെടുത്തൊരു മുസ്ലിം മെജോറിറ്റി പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിട്ടുള്ള കാശ്മീർ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് മാറേണ്ട ഒരു പ്രദേശമാണ് എന്നാണ് എല്ലാ കാലത്തും പാകിസ്ഥാൻ ലീഡേഴ്സ് ആഗ്രഹിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1947 ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പാർട്ടീഷൻ നടക്കുന്ന സമയം തൊട്ടേ ദ പാകിസ്ഥാനി ഗവൺമെൻറ് സ്റ്റാർട്ടഡ് ടു ആക്റ്റീവ്ലി പേഴ്സ്യൂ ദ കാശ്മീർ റൂളർ ടു മേർജ് വിത്ത് പാകിസ്ഥാൻ. അതായത് ഈ മഹാരാജ ഹരി സിംഗിനെ ഇവർ പല രീതിയിൽ സ്വാധീനിക്കാൻ നോക്കുന്നുണ്ട്, കാശ്മീരിനെ പാകിസ്ഥാൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ രാജാവ് ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ കേസിലാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ലീഡേഴ്സിൻ്റെ ഇടയിൽ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുന്നതിനെ കുറിച്ച് തുടക്ക കാലഘട്ടത്തിൽ ഒരു ഈ പറയുന്ന ഒരു യൂണിഫോം ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടായിരുന്നില്ല എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഹ്റുവിൻ്റെ ഒക്കെ അഭിപ്രായത്തിൽ കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. അതിനൊരു പേഴ്സണൽ ആയിട്ടുള്ള റീസണും കൂടിയുണ്ട്. ബിക്കോസ് നെഹ്റു എന്ന് പറയുന്നത് കാശ്മീരി പണ്ഡിറ്റാണ്, നെഹ്റുവിൻ്റെ ആൻസസ്റ്റേഴ്സ് കാശ്മീരിൽ നിന്ന് വന്നവരാണ്. പക്ഷെ അതേസമയം ഈ പട്ടേലിനൊക്കെ പോലുള്ള ആളുകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ സർദാർ പട്ടേലിൻ്റെയൊക്കെ കേസിൽ അദ്ദേഹം ഇനീഷ്യലി ഈ കാശ്മീർ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായിട്ട് മാറുന്നുള്ളൊരു വാശിയൊന്നും പട്ടേലിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പട്ടേൽ ഇടക്കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അന്ന് ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സോ പട്ടേലിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഹൈദരാബാദ് ആയിരുന്നു. ബിക്കോസ് ഹൈദരാബാദിന് ഒരു ഇൻഡിപെൻഡൻസ് സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് വിൽ ഡിവൈഡ് ഇന്ത്യ ടെറിട്ടോറിയലി. ഓക്കെ, അപ്പോൾ ഈ പട്ടേലിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം ആ കാലഘട്ടത്തിൽ തുടക്ക കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഹൈദരാബാദിന്റെ മുകളിലുള്ള ക്ലെയിം പാകിസ്ഥാൻ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ കാശ്മീരിന്റെ കേസിൽ ഇന്ത്യ ഫ്ലെക്സിബിലിറ്റി കാണിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും കുറച്ചു കഴിയുമ്പോൾ ഒപ്പീനിയൻസ് മാറുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇനീഷ്യലി സ്റ്റേജിലുള്ള അവസ്ഥയാണ്. സോ ഇങ്ങനെയാണ് 47-ൽ കാശ്മീരിന്റെ കേസിൽ തുടക്കത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാകിസ്ഥാൻ കാശ്മീരിനെ അവരുടെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും വർക്കൗട്ട് ആവാതെ വന്ന സമയത്ത് ഈ കാശ്മീരിലെ രാജാവ് കാശ്മീരിന്റെ ഇൻഡിപെൻഡൻസ് സ്റ്റേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിന്ന സമയത്ത് ദ പാകിസ്ഥാൻ ഗവൺമെന്റ് ട്രൈഡ് ടു ഇൻവേഡ് കാശ്മീർ. അതായത് കാശ്മീരിനെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചെടുക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഗവൺമെന്റ് ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ അവർ ചെയ്തത് ഈ പാകിസ്ഥാന്റെ റെഗുലർ മിലിറ്ററിനെ ഉപയോഗിച്ചുകൊണ്ട് കാശ്മീരിനെ ഇൻവേഡ് ചെയ്യാനല്ല, പകരം ഈ കാശ്മീരുമായിട്ട് അതിർത്തി പങ്കിടുന്ന, എസ്പെഷ്യലി നോർത്തേൺ കാശ്മീരുമായിട്ട് അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനിലെ ട്രൈബൽ ഏരിയാസ് ഉണ്ട്. ഈ മേഖലകളെ പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്ത് അവർ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ ഹൈബർ പഷ്തൂൺഖ പ്രൊവിൻസ് എന്ന് വിളിക്കുന്ന ഒരു പ്രദേശമുണ്ട്. അതായത് പാകിസ്ഥാനിലെ ട്രൈബൽ ഏരിയാസ് എന്ന് പറയും. ഈ പാകിസ്ഥാന്റെ ട്രൈബൽ ഏരിയാസിൽ നിന്നുള്ള പഷ്തൂ ട്രൈബ്സിനെ, അതായത് പത്താന്മാരായിട്ടുള്ള ട്രൈബൽ മിലീഷ്യാസിനെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഒരു ഓപ്പറേഷൻ ഗുൽമാർഗ് എന്നുള്ള പേരിൽ ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ആക്രമണം കാശ്മീരിന് അഗെയിൻസ്റ്റ് ആയിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ ഗുൽമാർഗിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിലെ ട്രൈബൽ ഏരിയാസിൽ നിന്നുള്ള പഷ്തൂ ട്രൈബ്സ്മാൻമാർ പാകിസ്ഥാൻ മിലിറ്ററിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് കാശ്മീരിനെ ഇൻവേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാശ്മീരിനെ ഇൻവേഡ് ചെയ്തിട്ടുള്ള ഈ പഷ്തൂ മിലീഷ്യ ഗ്രൂപ്പുകൾ വിത്തിൻ ഡേയ്സിനകത്ത് കാശ്മീരിന്റെ ക്യാപിറ്റലായിട്ടുള്ള ശ്രീനഗറിന്റെ ഔട്ട്സ്കേർട്സ് വരെ ചെന്നെത്തുന്നുണ്ട്. അപ്പോൾ ഇത് കാശ്മീരിന്റെ നിലനിൽപ്പിന് ഒരു ഭീഷണിയായിട്ട് മാറിയ സമയത്ത് ദ റൂളർ ഓഫ് കാശ്മീർ, അതായത് ഈ മഹാരാജ ഹരി സിംഗ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സൈനിക സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. സോ ദ ഇന്ത്യൻ ഗവൺമെന്റ്, അന്ന് നെഹ്റു ലീഡ് ചെയ്തിരുന്ന ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തു, അല്ലെങ്കിൽ നെഹ്റുവും പട്ടേലും ഒക്കെ ഈ കാശ്മീരിലെ രാജാവിന്റെ മുന്നിൽ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്വതന്ത്ര രാജ്യമാണ്, ഇന്ത്യൻ സൈന്യം നിങ്ങളെ സഹായിക്കണമെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ, മറ്റുള്ള പ്രിൻസ്ലി സ്റ്റേറ്റുകൾ ചെയ്തതുപോലെ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ സൈൻ ചെയ്തുകൊണ്ട് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ട് മാറാൻ സമ്മതിച്ചാൽ വി വിൽ അസിസ്റ്റ് യു മിലിറ്ററിലി എന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ സൈനികമായിട്ട് സഹായിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് 1947 ഒക്ടോബറിൽ കാശ്മീർ രാജാവ് ഇന്ത്യൻ ഗവൺമെന്റുമായിട്ട് ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ സൈൻ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ സൈൻ ചെയ്തുകൊണ്ട് കാശ്മീർ രാജാവ് ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യുന്നു. അതോടുകൂടിയിട്ട് ഇന്ത്യ കാശ്മീരിലേക്ക് ഇന്ത്യൻ സൈന്യത്തെ പറഞ്ഞേക്കുന്നു. അങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആദ്യത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അല്ലെങ്കിൽ ഫസ്റ്റ് കാശ്മീർ വാർ എന്ന് പറയുന്ന യുദ്ധം നടക്കുന്നത്. 1947 തൊട്ട് 1949 വരെ നടന്നിട്ടുള്ള ആദ്യത്തെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നത് ഇതിന്റെ പേരിലാണ്. അപ്പോൾ ഇന്ത്യ സൈന്യത്തെ പറഞ്ഞയക്കുന്നു, അതോടുകൂടി പാകിസ്ഥാനും കാശ്മീരിലേക്ക് സൈന്യത്തെ പറഞ്ഞയച്ചു. അതൊരു യുദ്ധമായിട്ട് മാറുന്നു. ഈ യുദ്ധത്തിന്റെ അവസാനം 49-ൽ ഈ യുദ്ധം അവസാനിക്കുന്ന സമയമാകുമ്പോഴേക്കും കാശ്മീരിന്റെ ഒരു 1/3 ടെറിട്ടറി പാകിസ്ഥാൻ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥ വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മളിപ്പോൾ POK എന്ന് വിളിക്കുന്നത്. ഈ POK ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഈ 47-49 യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുന്നത്. അതായത് ഒരു യുദ്ധത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറിയിട്ടുള്ള ഒരേ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആണ് കാശ്മീർ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ജുനഗഡ് ആണ്. സോ ജുനഗഡിന്റെ കേസ് ഞാൻ പറഞ്ഞു. ജുനഗഡ് എന്ന് പറയുന്നത് ഇന്നത്തെ ഗുജറാത്തിന്റെ ഭാഗമായിട്ടുള്ള ഗുജറാത്തിലെ കത്തിയവാർ പെനിൻസുലയുടെ സദേൺ എൻഡിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു എൻക്ലേവ് ആണ് ജുനഗഡ് എന്ന് പറയുന്നത്. അതായത് ജുനഗഡിന്റെ 3 സൈഡും, ജുനഗഡിന്റെ കരാതിർത്തി മൊത്തം അവർക്കുള്ളത് ഇന്ത്യയുമായിട്ടാണ്. അവരുടെ സദേൺ സൈഡ് അറേബ്യൻ സീ ആണ്. അപ്പൊ ജുനഗഡിനെ ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു മുസ്ലിം രാജാവായിരുന്ന നവാബ് മുഹമ്മദ് മഹാബത്ത് ഖാൻജി III എന്ന് പറയുന്ന രാജാവായിരുന്നു. അപ്പൊ കാശ്മീരിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ജുനഗഡിന്റെ സിറ്റുവേഷൻ. ജുനഗഡ് വാസ് റൂൾഡ് ബൈ എ മുസ്ലിം റൂളർ ബട്ട് വിത്ത് എ ഹിന്ദു മെജോറിറ്റി പോപ്പുലേഷൻ. അതായത് ജുനഗഡിലെ പോപ്പുലേഷനിൽ മോർ ദാൻ 90% ആൾക്കാരും ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നവരായിരുന്നു. രാജാവ് മുസ്ലിം ആയിരുന്നു. അപ്പോൾ ഈ ജുനഗഡിലെ രാജാവ് ആദ്യ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ജോയിൻ ചെയ്യുന്നില്ല, ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിൽക്കുന്നു തീരുമാനിക്കുന്നു. ആൻഡ് സംടൈംസ് ലേറ്റർ ഹി ഡിസൈഡഡ് ടു ജോയിൻ പാകിസ്ഥാൻ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ച് ഈ നാട്ടുരാജ്യങ്ങളുടെ രാജാവാണ് തീരുമാനിക്കുന്നത് അവർ ഇന്ത്യയിൽ ജോയിൻ ചെയ്യണോ പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ ജുനഗഡിലെ രാജാവ് തീരുമാനിച്ചത് പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യണം എന്നാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജുനഗഡ് പാകിസ്ഥാനിൽ ജോയിൻ ചെയ്തതിന് മറ്റൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. അതായത് ജുനഗഡ് എന്ന് പറയുന്ന രാജ്യത്തിന് പാകിസ്ഥാനുമായിട്ട് നേരിട്ട് അതിർത്തിയൊന്നുമില്ല. അതായത് കരമാർഗം നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെറിട്ടോറിയൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് പാകിസ്ഥാനിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പാച്ച് ഓഫ് ലാൻഡ് ആണ്.
അപ്പോൾ ഈ രണ്ട് കാരണം കൊണ്ട്, എസ്പെഷ്യലി അവിടുത്തെ പോപ്പുലേഷൻ്റെ ഇൻട്രസ്റ്റ് ഇതിന് എഗെയിൻസ്റ്റ് ആണെന്നുള്ളതുകൊണ്ട് തന്നെ ജുനഗഡ് പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യുന്നതിന് ഇന്ത്യക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ഈ ജുനഗഡിലെ രാജാവിൻ്റെ തീരുമാനത്തിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അവിടുത്തെ ജനങ്ങൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രക്ഷോഭവുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവസാനം ജുനഗഡിനകത്ത് ഇൻ്റർവ്യൂൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ജുനഗഡിനകത്ത് ഇൻ്റർവ്യൂൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ രാജാവും രാജാവിൻ്റെ സപ്പോർട്ടേഴ്സും ഒക്കെ പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അവസാനം ഇന്ത്യൻ ഗവൺമെൻറ് ജുനഗഡിൽ ഇൻ്റർവ്യൂൻ ചെയ്യുന്നു. 1948 ഫെബ്രുവരിയിൽ ഇന്ത്യ ജുനഗഡിൽ ഒരു പ്ലെബിസൈറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പ്ലെബിസൈറ്റ് എന്ന് പറഞ്ഞാൽ ജനഹിത പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ മെജോറിറ്റി ആൾക്കാർ, ഒരു മോർ ദാൻ 90% ആൾക്കാരും ഇന്ത്യയിൽ ജോയിൻ ചെയ്യണം എന്നുള്ള തീരുമാനത്തെ അനുകൂലിക്കുന്നുണ്ട്. അങ്ങനെയാണ് ജുനഗഡ് ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുന്നത്. ഇനി അടുത്ത പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹൈദരാബാദാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രിൻസ്ലി സ്റ്റേറ്റുകളിലെ ഏറ്റവും വലിയ, ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള, ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി ഏറ്റവും അഫ്ലുവൻ്റ് ആയിട്ടുള്ള പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹൈദരാബാദ് ആയിരുന്നു. പക്ഷേ ഹൈദരാബാദ് എന്ന് പറയുന്നത് കോസ്റ്റ് ലൈൻസ് ഒന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ സീ ആക്സസ് ഇല്ലാത്ത, കംപ്ലീറ്റ്ലി എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ പാച്ച് ഓഫ് ടെറിട്ടറി ആയിരുന്നു ഹൈദരാബാദ് എന്ന് പറയുന്നത്. അതായത് ഹൈദരാബാദ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ 4 വശവും ഇന്ത്യയാണ്. ഓക്കെ, ഈ രാജ്യത്തിൻ്റെ 4 വശവും ഇന്ത്യയാണ്. ഇന്ത്യയുടെ നടുക്കായിട്ട് നമ്മുടെ ഡെക്കാൻ റീജിയനിൽ ഒരു എൻക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്ന ടെറിട്ടറി ആയിരുന്നു ഹൈദരാബാദ്. പക്ഷേ അത്യാവശ്യം സൈസബിൾ ആയിട്ടുള്ളൊരു ടെറിട്ടറി ആയിരുന്നു. 1 കോടിയിലധികം പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. എക്കണോമിക്കലി വളരെ അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു റീജിയൻ ആയിരുന്നു ഹൈദരാബാദ് എന്ന് പറയുന്നത്. ഇപ്പം ഇന്നത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള തെലങ്കാന, അതേപോലെ തന്നെ മഹാരാഷ്ട്രയുടെ വെസ്റ്റേൺ സൈഡിലുള്ള ഏരിയാസ്, അതേപോലെ തന്നെ കർണാടകയുടെ ചില ഭാഗങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുന്ന വലിയൊരു നാട്ടുരാജ്യമായിരുന്നു ഹൈദരാബാദ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈദരാബാദ് എന്ന് പറയുന്ന നാട്ടുരാജ്യത്തിനെ ഭരിച്ചുകൊണ്ടിരുന്നത് ഒരു മിർ സർ ഉസ്മാൻ അലി ഖാൻ അസഫ്ജ 7 എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു. ഈ രാജാവിൻ്റെ സ്ഥാനപ്പേര് നൈസാം എന്നാണ്. ഹൈദരാബാദിലെ രാജാക്കന്മാരെ ട്രഡീഷണലി വിളിച്ചുകൊണ്ടിരുന്ന സ്ഥാനപ്പേരാണ് നൈസാം. അപ്പോൾ ഹൈദരാബാദ് വാസ് റൂൾഡ് ബൈ എ മുസ്ലിം കിങ്. ഓക്കെ, ആൻഡ് ജുനഗഡിൻ്റെ കേസ് പോലെ തന്നെ ഇതൊരു ഹിന്ദു മെജോറിറ്റി പോപ്പുലേഷനുള്ള നാട്ടുരാജ്യമായിരുന്നു. സോ ഹൈദരാബാദിലെ രാജാവും ആദ്യ കാലഘട്ടത്തിൽ തീരുമാനിക്കുന്നത് ഇന്ത്യയിലും പാകിസ്ഥാനിലും ജോയിൻ ചെയ്യുന്നില്ല, ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിൽക്കണം എന്നായിരുന്നു. പക്ഷേ രാജാവിൻ്റെ ഈ തീരുമാനത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഹൈദരാബാദിലെ ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഈ രാജാവിനെതിരായിട്ട്. അപ്പോൾ ഈ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് റിലീജിയസ് ഫാനറ്റിക്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ മതഭ്രാന്തുള്ള കുറച്ച് ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് റസാക്കേഴ്സ് എന്ന് പറയുന്ന ഒരു മിലീഷ്യ ഗ്രൂപ്പിന് ഈ രാജാവിൻ്റെ സപ്പോർട്ടേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ റസാക്കേഴ്സിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റസാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീമിസ്റ്റ് മിലീഷ്യ ഗ്രൂപ്പായിരുന്നു. ഇവർ ഹൈദരാബാദിലെ ഹിന്ദു പോപ്പുലേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വയലൻസ് നടത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള കലാപങ്ങളും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഹൈദരാബാദിലെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ കംപ്ലീറ്റ്ലി കൊന്നൊടുക്കാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷനിൽ ഇന്ത്യ ഹൈദരാബാദിനകത്ത് സൈനികമായിട്ട് ഇടപെടാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഗവൺമെൻറ് ഹൈദരാബാദിൽ ഓപ്പറേഷൻ പോളോ എന്നുള്ള പേരിൽ ഒരു സൈനിക നടപടി നടത്തുന്നുണ്ട്. അതായത് ഇന്ത്യൻ സൈന്യത്തിനെ ഹൈദരാബാദിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അവർ ഈ പറയുന്ന നൈസാമിൻ്റെ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ പോളോനെ ഇന്ത്യൻ ഗവൺമെൻറ് ഒഫീഷ്യലി വിളിക്കുന്നത് ഇറ്റ് ഈസ് എ പോലീസ് ആക്ഷൻ എന്നാണ്. ഓക്കെ, ഇതൊരു പോലീസ് നടപടിയായിരുന്നു എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇന്ത്യൻ സൈന്യമാണ് ഈ ഹൈദരാബാദിലേക്ക് ഓപ്പറേഷൻ പോളോയുടെ ഭാഗമായിട്ട് ഇൻ്റർവ്യൂൻ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ പോലീസ് ആക്ഷൻ എന്ന് വിളിക്കാനുള്ള കാരണം ഇത് നമ്മുടെ ഇന്റേണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഓപ്പറേഷൻ പോളോ നടത്തുന്നു. ഹൈദരാബാദിലെ രാജാവ് കീഴടങ്ങുന്നു. അവസാനം 1948 സെപ്റ്റംബറിൽ ഹൈദരാബാദിലെ രാജാവായിട്ടുള്ള ഈ നൈസാം ഇന്ത്യയുമായിട്ട് ഇൻസ്ട്രുമെൻ്റ് ഓഫ് അക്സഷൻ സൈൻ ചെയ്യുന്നു. അങ്ങനെ ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യയിലെ പ്രിൻസ്ലി സ്റ്റേറ്റുകളുടെ ഇൻ്റഗ്രേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഹൈദരാബാദിൻ്റെ കേസും കൂടി കംപ്ലീറ്റ് ആകുന്നതോടുകൂടി ഇന്ത്യയിലുള്ള പ്രിൻസ്ലി സ്റ്റേറ്റുകളെല്ലാം തന്നെ ഇന്ത്യൻ യൂണിയനിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളുടെ റിയോർഗനൈസേഷൻ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകളുടെ എവല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഈ സ്റ്റേറ്റ് റിയോർഗനൈസേഷൻ്റെ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ റിയോർഗനൈസേഷനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ മെയിൻലി പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഭാഷാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ
എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടത് എന്നുള്ളൊരു ചരിത്രമാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഈ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏർലി 1900s. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു കോണ്ടിനെന്റിൻ്റെ സൈസുള്ള വലിയ പോപ്പുലേഷനുള്ള വലിയൊരു രാജ്യമാണ്. അപ്പോൾ ഈ രാജ്യത്തിന് ഒരിക്കലും ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വെച്ചിട്ട് ഒരിക്കലും ഭരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യനെ റൂൾ ചെയ്യുന്ന സമയത്ത് അവർ ഈ രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഈസിനെസ്സിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തിനെ കുറേ പ്രൊവിൻസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കുറേ പ്രവിശ്യകളായിട്ട്, ഇന്ന് നമ്മൾ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പോലെ അന്ന് കുറേ പ്രവിശ്യകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഈ ബോംബെ, മദ്രാസ്, ബംഗാൾ, അസാം, പഞ്ചാബ്, യുണൈറ്റഡ് പ്രൊവിൻസ്, സെൻട്രൽ പ്രൊവിൻസ് എന്നൊക്കെ പറയുന്ന കുറേ പ്രൊവിൻസസ് വരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ ഇന്ത്യനെ പ്രൊവിൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. ഈ രാജ്യത്തിനെ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈസിനെസ്സിന് വേണ്ടി മാത്രമാണ് ഈ പ്രൊവിൻസസ് ആയിട്ട് ഈ രാജ്യത്തിനെ അവർ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള പല പ്രൊവിൻസസും മൾട്ടി ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പുകളായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മദ്രാസ് എന്ന് പറയുന്ന പ്രൊവിൻസ് നോക്കുക അന്നത്തെ. സോ മദ്രാസ് പ്രൊവിൻസിനകത്ത് ഇന്നത്തെ നമ്മുടെ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റ് മദ്രാസ് പ്രൊവിൻസിൻ്റെ ഭാഗമായിരുന്നു. അതായത് തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഇന്നത്തെ തമിഴ്നാട് കംപ്ലീറ്റ്ലി മദ്രാസ് പ്രൊവിൻസിൻ്റെ ഭാഗമായിരുന്നു. സോ തമിഴ് പോപ്പുലേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇന്ന് കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ മലബാർ റീജിയൻ, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, പാലക്കാട് വരെയുള്ള റീജിയൻ, ഓക്കെ, ഈ പ്രദേശവും മദ്രാസ് പ്രൊവിൻസിൻ്റെ ഭാഗമാണ്. അപ്പോൾ മദ്രാസ് പ്രൊവിൻസ് എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രവിശ്യക്കകത്ത് മലയാളികളുണ്ട്, തമിഴ്സ് ഉണ്ട്, ഈ പറയുന്ന തെലുങ്കന്മാരുണ്ട്. ഓക്കെ, അതായത് മൂന്ന് പ്രോമിനന്റ് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പുകൾ അതിലുണ്ട്. അതുകൂടാതെ തുളു, കന്നഡയൊക്കെ സംസാരിക്കുന്ന ചെറിയ ഗ്രൂപ്പുകളും അതിലുണ്ട്. അപ്പോൾ ഇത് പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് നേച്ചറിൽ അല്ലെങ്കിൽ പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് വെച്ചെടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രൊവിൻസസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊവിൻസസിനെ ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ റീഓർഗനൈസ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉയർന്നു വരുന്നുണ്ട്. ആക്ച്വലി ഈ ആവശ്യം ആദ്യമായിട്ട് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് എന്ന് പറയുന്ന ആവശ്യം, അതായത് ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യനെ റീഓർഗനൈസ് ചെയ്യണം എന്നുള്ള ആവശ്യം ഇന്ത്യയിൽ ആക്ച്വലി ആദ്യമായിട്ട് ഉന്നയിച്ചിട്ടുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതായത് 1917 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ആവശ്യം ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. അപ്പോൾ ഇവർ ഈ ആവശ്യം ഉന്നയിച്ചു എന്ന് മാത്രമല്ല, ഓക്കെ, ഇവർ കോൺഗ്രസ് പാർട്ടിനെ ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ റീഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 1917 കോൺഗ്രസിനകത്ത് ആന്ധ്ര സർക്കിൾ ഫോം ചെയ്യുന്നത്, ഈ തെലുഗു സ്പീക്കിംഗ് ഏരിയാസിനകത്തുള്ള ഒരു പാർട്ടി യൂണിറ്റ് എന്നുള്ളൊരു രീതിയിൽ ഒരു ആന്ധ്ര സർക്കിൾ ഫോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിന്ധിൽ, ഓക്കെ, സിന്ധ് ഇന്ന് പാകിസ്ഥാൻ്റെ ഭാഗമാണ്, പക്ഷെ അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിന്ധിനകത്തൊരു സിന്ധ് സർക്കിളും 1970 കോൺഗ്രസ് പാർട്ടി ആരംഭിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു വാട്ടർഷെഡ് മൊമെന്റ് വരുന്നത് 1920 അതായത് 1920 കോൺഗ്രസിന്റെ ആനുവൽ സെഷൻ നടക്കുന്നത് നാഗ്പൂരിലാണ്. സോ ഈ 1920 നാഗ്പൂർ കോൺഗ്രസ് സെഷനിൽ കോൺഗ്രസ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ഡിമാൻഡുകളിലൊന്നായിരുന്നു ഇന്ത്യയിലെ പ്രൊവിൻസസിനെ ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ റീഓർഗനൈസ് ചെയ്യണം. അത് പറയാൻ മാത്രമല്ല, അത് അവർ പ്രമേയമായിട്ട് പാസ്സാക്കുന്നുണ്ട്. ഓക്കെ, സോ ഇന്ത്യയിലെ പ്രൊവിൻസസിനെ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് ആക്കി മാറ്റണം, ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ പ്രവിശ്യകൾ ഫോം ചെയ്യണം എന്നുള്ള ഒരു ഒഫീഷ്യൽ ഡിമാൻഡ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൂടാതെ ഇവർ സിസ്റ്റമാറ്റിക് ആയിട്ട് കോൺഗ്രസ് പാർട്ടിയെ ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ റീഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. അതായത് ഈ പൊളിറ്റിക്കൽ പാർട്ടിനെ അവർ ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ റീഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്നത് പോലത്തെ ഈ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ ഫോം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള കോൺഗ്രസ് കമ്മിറ്റിനെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ലെങ്കിൽ KPCC എന്ന് വിളിക്കുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ലിംഗ്വിസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റീസിന് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഫോം ചെയ്യാൻ തുടങ്ങുന്നത് ഈ കാലഘട്ടത്തിലാണ്. അങ്ങനെ 1920 നാഗ്പൂർ സെഷന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, ഒറീസ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റീസിനെ കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകളുടെ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസിന്റെ ആദ്യകാല പ്രൊപ്പോണൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. പക്ഷേ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു, കോൺഗ്രസ് പാർട്ടി ഇവിടെ അധികാരത്തിൽ വരുന്നു. അതുകൂടാതെ ഈ 1946 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിൽ വരുന്നുണ്ട്.
സോ ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വൈൽ മേക്കിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ does have the power to reorganize India into linguistic provinces. അതായത് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകൾ ഫോം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റേറ്റുകൾ റീഓർഗനൈസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഡോമിനേറ്റഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതായത് 46-ൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ മെമ്പേഴ്സിൽ അപ്രോക്സിമേറ്റ്ലി 60% മെമ്പേഴ്സും കോൺഗ്രസ്സുകാരായിരുന്നു. 47-ൽ പാർട്ടീഷൻ കഴിയുമ്പോൾ, ഇന്ത്യയുടെ പാർട്ടീഷൻ കഴിയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ മെമ്പർഷിപ്പിനകത്ത് മാറ്റം വരുന്നുണ്ട്. പിന്നീട് 47 ഓഗസ്റ്റിന് ശേഷമുള്ള ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ മെമ്പേഴ്സിനകത്ത് നിയർലി 80% ആൾക്കാർ കോൺഗ്രസ്സുകാരായിരുന്നു. സോ കോൺഗ്രസ് വിചാരിച്ചു കഴിഞ്ഞാൽ ദേ ഹാഡ് ദ ഓപ്ഷൻ ടു റീഓർഗനൈസ് ഇന്ത്യ ഇൻ ടു ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ഈ തീരുമാനം വേണ്ട എന്ന് വെക്കുന്നുണ്ട്. അതായത് ഈവൻ ദോ 1917 തൊട്ട് 1917 തൊട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിച്ചിരുന്ന സമയത്ത് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് വേണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്ന ഇതേ കോൺഗ്രസ് പാർട്ടി ഈ അധികാരം അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് എന്ന് പറയുന്ന ഡിമാൻഡിനെ എതിർക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസിനെ ഈ 40s അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എതിർത്തിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്കകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് നെഹ്റു പറയുന്നുണ്ട്. അതായത് നെഹ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ കാരണം എന്ന് പറയുന്നത് ലാംഗ്വേജ് ഈസ് എ ഡബിൾ എഡ്ജഡ് സ്വോർഡ് എന്നാണ് പറയുന്നത്. അതായത് ഭാഷ എന്ന് പറയുന്നത് ഒരു ഇരുതല മൂർച്ചുള്ള വാള് പോലെയാണ്. അതായത് ഇത് ഒരേ സമയം ആളുകളെ ഒരു ഐഡന്റിറ്റിയുടെ ബേസിസിൽ യൂണിഫൈ ചെയ്യാൻ സഹായിക്കുന്നത് പോലെ തന്നെ ഇറ്റ് വിൽ ക്രിയേറ്റ് അതർനെസ്. അതായത് ഇപ്പോൾ മലയാളികളായിട്ടുള്ള ആൾക്കാരെ നമുക്ക് മലയാളി എന്ന് പറയുന്ന ഐഡന്റിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിർത്താൻ സഹായിക്കുന്നത് പോലെ തന്നെ മറ്റൊരു ഭാഷയിൽ പെടുന്ന ഒരാളെ കാണുമ്പോൾ അയാളെ അകറ്റി നിർത്താനുള്ളൊരു കാരണം കൂടിയായിട്ട് ഇത് മാറും. അപ്പോൾ അത് പണ്ട് തൊട്ടേ ഇതൊരു പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്. പക്ഷേ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത് ഇപ്പോൾ ഒരു മേജർ ഇഷ്യൂ ആയിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഷ പോലെ തന്നെ മനുഷ്യൻ്റെ ഒരു ഐഡന്റിറ്റിയാണ് മനുഷ്യൻ്റെ മതം എന്ന് പറയുന്നത്. ഈ മതത്തിൻ്റെ പേരിലാണ് 47-ൽ ഇന്ത്യയുടെ പാർട്ടീഷൻ നടക്കുന്നത്. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ നമ്മൾ സംസ്ഥാനങ്ങൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന സബ് നാഷണലിസം വളർത്താൻ കാരണമാവുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ബാൽക്കനൈസേഷനിലേക്ക് ഇത് ലീഡ് ചെയ്തിരിക്കാം എന്നുള്ളൊരു പേടി നെഹ്റുവിനും പട്ടേലിനും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിലുള്ള ജനങ്ങളെയൊക്കെ ഒരുമിപ്പിച്ച് നിർത്താൻ ഒരു ഐഡന്റിറ്റി ആയി. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് പോകുന്നുള്ളൊരു പേടി നെഹ്റുവിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് നോട്ട് വെരി കീൻ ടു എസ്റ്റാബ്ലിഷ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ്. പക്ഷെ ഇങ്ങനെയാണെങ്കിലും കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെയുള്ള പ്രാദേശിക ഘടകങ്ങൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ PCCs ഒക്കെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളിൽ പല കമ്മിറ്റികളും ഈ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് എന്ന് പറയുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ്, കൊച്ചി സ്റ്റേറ്റ്, മദ്രാസ് പ്രൊവിൻസിൻ്റെ ഭാഗമായിട്ടുള്ള മലബാർ ഡിസ്ട്രിക്റ്റ്, ഈ മൂന്ന് ഏരിയാസായിട്ട് 3 ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ് ആയിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേരളത്തിലൊക്കെ ഐക്യ കേരള മൂവ്മെൻറ്റ് എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ് ഈ സമയത്ത് എമേർജ് ചെയ്ത് വരുന്നുണ്ട്. അതിനെയും ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ശക്തമായിട്ടുള്ള പ്രാദേശിക ഘടകങ്ങൾ ഈ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് എന്ന് പറയുന്ന ആവശ്യത്തിൽ ഉറച്ച നിലപാടെടുക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ നാഷണൽ ലീഡർഷിപ്പ് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് തൽക്കാലത്തേക്ക് വേണ്ടാന്ന് തീരുമാനിച്ചെങ്കിലും കോൺഗ്രസിൻ്റെ പ്രാദേശിക ഘടകങ്ങൾ ഇത് വേണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് എന്ന് പറയുന്ന ആവശ്യം ഉയർന്നു വരാൻ തുടങ്ങിയ, ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തരം ഉയർന്നു വരാൻ തുടങ്ങിയ സമയത്ത് ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഈ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകൾ എന്ന് പറയുന്ന ഡിമാൻഡിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ആ കമ്മിറ്റിയുടെ പേരാണ് SK ധർ കമ്മീഷൻ അല്ലെങ്കിൽ ധർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ കമ്മീഷൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ എന്നായിരുന്നു. ഈ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷനെ ഹെഡ് ചെയ്തുകൊണ്ടിരുന്നത് ജസ്റ്റിസ് SK ധർ എന്ന് പറയുന്ന ജഡ്ജായിരുന്നു. സോ ഈ ജസ്റ്റിസ് SK ധറിൻ്റെ നേതൃത്വത്തിൽ ഈ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് വേണം എന്നുള്ള ആവശ്യം പഠിക്കാൻ വേണ്ടിയിട്ട്, ഇത് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഒരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നു. ദ കമ്മീഷൻ വാസ് ഒഫീഷ്യലി നോൺ ആസ് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ ബട്ട് പോപ്പുലർലി നോൺ ആസ് ധർ കമ്മീഷൻ. അപ്പോൾ ഈ ധർ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 1948 ജൂണിൽ അപ്പോയിന്റ് ചെയ്യുന്നു. ഒരു 6 മാസം കഴിയുമ്പോൾ 1948 ഡിസംബറിൽ ധർ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് ധർ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിലവിലെ അവസ്ഥയിൽ പ്രസന്റ്ലി ഇറ്റ് ഈസ് നോട്ട് ഐഡിയൽ ടു ഫോം ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് എന്നായിരുന്നു. അതായത് നിലവിലെ സാഹചര്യങ്ങളിൽ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്നുള്ളത് ആവശ്യമുള്ളൊരു കാര്യമല്ല. പ്രൊവിൻസസിന്റെ ഫോർമേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന്റെ അടിസ്ഥാനത്തിൽ മതി എന്നായിരുന്നു. റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് റാദർ ദാൻ ലിംഗ്വിസ്റ്റിക് ഫാക്ടർ എന്നായിരുന്നു ധർ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകങ്ങൾ അവരുടെ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല. ദേ മെയ്ഡ് റിന്യൂഡ് എഫേർട്ട് ഫോർ ഇംപ്ലിമെന്റിങ് അല്ലെങ്കിൽ ടു ക്രിയേറ്റിംഗ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്സ്. അപ്പോൾ അതിനകത്ത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണമെന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നിരുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്, നമ്മുടെ കേരളം, അതുപോലെ തന്നെ ഈ മദ്രാസ് പ്രൊവിൻസിനകത്തുള്ള തെലുഗു സ്പീക്കിംഗ് ഏരിയാസിന് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആന്ധ്രാപ്രദേശിൽ സമാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന ഗുജറാത്തി സ്പീക്കിംഗ് ഏരിയാസിനെ അല്ലെങ്കിൽ ബോംബെ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ഗുജറാത്തി സ്പീക്കിംഗ് ഏരിയാസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഡിമാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഡിമാൻഡ് പിന്നെയും ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഈ SK ധർ കമ്മീഷന്റെ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടി ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഈ കമ്മിറ്റിക്ക് പ്രത്യേകിച്ച് പേരൊന്നും കോൺഗ്രസ് പാർട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവരൊരു 3 അംഗ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഈ കമ്മിറ്റിയിൽ മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ഈ 3 സീനിയർ കോൺഗ്രസ് ലീഡേഴ്സ് ആയിരുന്നു ഈ കമ്മിറ്റി മെമ്പേഴ്സ് ആയിരുന്നത്. അപ്പോൾ ഈ കമ്മിറ്റിയുടെ പർപ്പസ് ഇത്രയേ ഉള്ളൂ. SK ധർ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നു. ഈ കമ്മീഷൻ റിപ്പോർട്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങൾ രംഗത്ത് വരുന്നു. അപ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച്, SK ധർ കമ്മീഷന്റെ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ കോൺഗ്രസ് പാർട്ടി അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി. ഈ കമ്മിറ്റിക്ക് ഒഫീഷ്യലി പ്രത്യേകിച്ച് പേരൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദിസ് കമ്മിറ്റി പോപ്പുലർലി നോൺ ആസ് JVP കമ്മിറ്റി. അതായത് ഈ 3 ലീഡേഴ്സിന്റെയും പേരിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് ഈ കമ്മിറ്റി അറിയപ്പെടുന്നത്. ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ കമ്മിറ്റി. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കമ്മിറ്റിക്ക് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള പേരോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ചെയർമാൻ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ പ്രസിഡന്റ് ഒന്നും ഈ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നില്ല. 3 മെമ്പേഴ്സ് മാത്രം. അപ്പോൾ ഈ കമ്മിറ്റി ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി അപ്പോയിന്റ് ചെയ്യുന്നു. ഈ കമ്മിറ്റിയുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SK ധർ കമ്മീഷന്റെ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ബേസിക്കലി മനസ്സിലാക്കുക, ഈ പറയുന്ന കമ്മിറ്റിനെ ഹെഡ് ചെയ്യുന്ന ഈ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള നെഹ്റുവിനും പട്ടേലിനൊന്നും ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് എന്ന് പറയുന്ന ആവശ്യത്തിനോട് താല്പര്യമില്ല. കാരണം അത് ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ഇന്റഗ്രേറ്റിനെ ബാധിക്കും എന്നുള്ളതായിരുന്നു ഇവരുടെ ഐഡിയ, ഇവരുടെ പേടി എന്ന് പറയുന്നത്. അപ്പോൾ ആ കമ്മിറ്റിയാണ് ഈ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകൾ വേണോ വേണ്ടോ എന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള SK ധർ കമ്മീഷന്റെ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ തീരുമാനം എന്തായിരിക്കും? SK ധർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞൊക്കെ ശരിയാണ്, നമുക്ക് തൽക്കാലം ഈ പറയുന്ന ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് വേണ്ടെന്നായിരിക്കും. അപ്പോൾ SK ധർ കമ്മീഷന്റെ റിപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് JVP കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് കൊടുക്കുന്നത്. ദേ ഓൾസോ സെഡ് ദാറ്റ് അല്ലെങ്കിൽ ദേ ഓൾസോ റിജക്റ്റഡ് ലാംഗ്വേജ് ആസ് ദി ബേസിസ് ഓഫ് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. പക്ഷേ ഈ സമയത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇപ്പോഴേക്കും ഈ സമയമാകുമ്പോഴേക്കും ഗാന്ധിജി മരിച്ചിട്ടുണ്ടെങ്കിലും 47-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഈ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് എന്ന് പറയുന്ന ഡിമാൻഡിനെ അപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മേജർ കോൺഗ്രസ് ലീഡർ എന്ന് പറയുന്നത് ഗാന്ധി ആയിരുന്നു. അതായത് ഗാന്ധി ആ കാലഘട്ടത്തിൽ നെഹ്റുവിന് എഴുതിയിട്ടുള്ള ഒരു ലെറ്ററിനകത്ത് പറയുന്നുണ്ട്, അതായത് ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകൾ പറ്റില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ ഈ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകൾ എന്ന് പറയുന്ന നമ്മൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ഈ ആവശ്യം കോൺഗ്രസ് യാഥാർത്ഥ്യമാക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരു കത്ത് എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ഫോർമേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന SK ധർ കമ്മീഷൻ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ റിപ്പോർട്ടിന്റെയും JVP കമ്മിറ്റി റിപ്പോർട്ടിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അവസാനം ഇന്ത്യയിലെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റുകളെ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന 2 കമ്മിറ്റി, ഈ പറയുന്ന SK ധർ കമ്മീഷന്റെയും JVP കമ്മിറ്റിയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് വെച്ചിട്ടാണ് 1950 ജനുവരി 26-ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ സ്റ്റേറ്റുകളുടെ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഇന്ത്യയുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ദ ഒറിജിനൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻഡ് എ 4-fold ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. അതായത് ഇന്ത്യയുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ 4 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർട്ട് A സ്റ്റേറ്റ്സ്, പാർട്ട് B സ്റ്റേറ്റ്സ്, പാർട്ട് C സ്റ്റേറ്റ്സ് ആൻഡ് പാർട്ട് D സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് 4 ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ് ഇന്ത്യയിലുണ്ടായിരുന്നു. ഈ 4 ഗ്രൂപ്പിലും കൂടി ചേർത്തിട്ട് ഒരു 29 സംസ്ഥാനങ്ങൾ അന്ന്
ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പാർട്ട് എ സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 9 സംസ്ഥാനങ്ങളായിരുന്നു. പാർട്ട് എ സ്റ്റേറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഓഫ് ദി സ്റ്റേറ്റ്സ് വെർ ഫോർമർ ഗവേണേഴ്സ് പ്രൊവിൻസസ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഗവേണേഴ്സ് പ്രൊവിൻസസുകളുണ്ട്. ഈ ഗവേണേഴ്സ് പ്രൊവിൻസസ് ആണ് പാർട്ട് എ സ്റ്റേറ്റുകളായിട്ട് മാറുന്നത്. അത്തരത്തിൽ 9 പാർട്ട് എ സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഇവർക്ക് സ്വന്തമായിട്ട് ഇന്ന് നമ്മൾ സംസ്ഥാനങ്ങൾ കാണുന്നത് പോലെ സ്വന്തമായിട്ട് നിയമസഭകൾ ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് ഗവൺമെന്റുകൾ ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ചീഫ് മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാർട്ട് എ സ്റ്റേറ്റുകളുടെ ക്രൈറ്റീരിയ മനസ്സിലാക്കുക. പഴയ ബ്രിട്ടീഷ് പ്രൊവിൻസസ് ആണ് പാർട്ട് എ സ്റ്റേറ്റുകളായിട്ട് മാറുന്നത്. അതായത് മദ്രാസ്, ബോംബെ, ഒറീസ, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, അസാം, യുണൈറ്റഡ് പ്രൊവിൻസ്, മധ്യപ്രദേശ്, പഞ്ചാബ് എന്നീ 9 സ്റ്റേറ്റുകളാണ് പാർട്ട് എയിൽ ഉണ്ടായിരുന്നത്. ആൻഡ് പാർട്ട് എ സ്റ്റേറ്റ്സ് വെർ സിമിലർ ടു ദ ഇന്ത്യൻ സ്റ്റേറ്റ് വി ഹാവ് സീൻ ടുഡേ. ഓക്കെ, ഇന്ന് നമ്മൾ കാണുന്ന സ്റ്റേറ്റുകൾക്ക് സമാനമായിരുന്നു പാർട്ട് എ സ്റ്റേറ്റുകൾ. ഇനി അതേപോലെ പാർട്ട് ബി കാത്തും 9 സ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത്. പാർട്ട് ബി സ്റ്റേറ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം തന്നെ പഴയ പ്രിൻസ്ലി സ്റ്റേറ്റുകളായിരുന്നു. അതായത് അത്യാവശ്യം വലിപ്പമുള്ള പ്രിൻസ്ലി സ്റ്റേറ്റുകൾ, അതല്ലെങ്കിൽ ഒന്നിലധികം പ്രിൻസ്ലി സ്റ്റേറ്റുകൾ, പഴയ പ്രിൻസ്ലി സ്റ്റേറ്റുകളെ കൂട്ടിച്ചേർത്തുണ്ടാക്കിയിട്ടുള്ള സ്റ്റേറ്റുകളായിരുന്നു പാർട്ട് ബി സ്റ്റേറ്റുകൾ. ഈ പാർട്ട് ബി സ്റ്റേറ്റുകളുടെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും സ്വന്തമായിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് മന്ത്രിസഭകൾ ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ സംസ്ഥാനങ്ങൾ പോലെ തന്നെയായിരുന്നു പാർട്ട് ബി സ്റ്റേറ്റുകളും. അപ്പോൾ പാർട്ട് ബി കാത്തും 9 സ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഈ തിരുവിതാംകൂർ സ്റ്റേറ്റിനെയും കൊച്ചി സ്റ്റേറ്റിനെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ട്രാവൻകൂർ കൊച്ചിൻ, മൈസൂര്, ഹൈദരാബാദ്, വിന്ധ്യാപ്രദേശ്, മധ്യഭാരത്, സൗരാഷ്ട്ര, രാജസ്ഥാന്, പാട്യാല ആൻഡ് ഈസ്റ്റ് പഞ്ചാബ്, ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന 9 സ്റ്റേറ്റുകളാണ് പാർട്ട് ബിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ പാർട്ട് എ സ്റ്റേറ്റുകളും പാർട്ട് ബി സ്റ്റേറ്റുകളും പ്രാക്ടിക്കലി സിമിലർ ആണ്. സ്വന്തമായിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, സ്വന്തമായിട്ട് മന്ത്രിസഭകളുണ്ട്. പാർട്ട് എ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ഫോർമർ ബ്രിട്ടീഷ് പ്രൊവിൻസസ് ആയിരുന്നു. പാർട്ട് ബി സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമർ പ്രിൻസ്ലി സ്റ്റേറ്റുകളായിരുന്നു. പിന്നെ ഉള്ളത് പാർട്ട് സി സ്റ്റേറ്റുകളാണ്. സോ പാർട്ട് സി സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം തന്നെ ഒന്നുകിൽ ചെറിയ പ്രിൻസ്ലി സ്റ്റേറ്റുകളോ അതല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് നമ്മൾ യൂണിയൻ ടെറിട്ടറീസ് എന്നൊക്കെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ ഡയറക്ട്ലി റൂൾ ചെയ്തിരുന്ന ചെറിയ ചില സ്ഥലങ്ങളുണ്ട്. ഡൽഹി, കൂർഗ് ഒക്കെ പോലുള്ള ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഫോർമർ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസും ഫോർമർ പ്രിൻസ്ലി സ്റ്റേറ്റുകളുമാണ് പാർട്ട് സി സ്റ്റേറ്റുകളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 10 പാർട്ട് സി സ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഇവർക്ക് സ്വന്തമായിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇല്ല, സ്വന്തമായിട്ട് ഗവൺമെന്റും ഇല്ല. ദാറ്റ് മീൻസ് ഇന്നത്തെ യൂണിയൻ ടെറിട്ടറീസ് പോലെയായിരുന്നു പാർട്ട് സി സ്റ്റേറ്റുകൾ. അപ്പോൾ അതിലുണ്ടായിരുന്നത് അജ്മീർ, ഭോപ്പാൽ, ബിലാസ്പൂർ, കൂച്ച് ബിഹാർ, കൂർഗ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, കച്ച്, മണിപ്പൂർ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളായിരുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്നത്തെ യൂണിയൻ ടെറിട്ടറീസിന് സിമിലർ ആയിരുന്നു പാർട്ട് സി സ്റ്റേറ്റുകൾ. ഓക്കെ, യൂണിയൻ ടെറിട്ടറീസ് എന്നുള്ള പേരൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളൂ. ഇനി പാർട്ട് ഡി കാത്ത് ഒരൊറ്റ സ്റ്റേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ്. ഓക്കെ, ഇതായിരുന്നു പാർട്ട് ഡി സ്റ്റേറ്റ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, അപ്പോൾ ലക്ഷദ്വീപ് എവിടെയായിരുന്നു? ലക്ഷദ്വീപ് ഈ കാലഘട്ടത്തിൽ മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 കാറ്റഗറിയിലായിട്ട് മൊത്തം 29 സ്റ്റേറ്റുകൾ, ഈ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി, പാർട്ട് ഡി സ്റ്റേറ്റുകളായിട്ട് 29 സ്റ്റേറ്റുകൾ നമ്മുടെ ഇന്ത്യയുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നു. സോ ദാറ്റ് മീൻസ് ഇതെല്ലാം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകൾ ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇനി ഈ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകൾ പിന്നീട് എങ്ങനെയാണ് ഫോം ചെയ്യപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കം 1952 എന്ന് പറയാം. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് പാർട്ടിയുടെ നാഷണൽ ലീഡർഷിപ്പ് ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യ ബാൽക്കനൈസ് ചെയ്യപ്പെടും എന്നുള്ള പേടി കാരണം ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകൾ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയപ്പോഴും കോൺഗ്രസിൻ്റെ പ്രാദേശിക ഘടകങ്ങൾ, ഓക്കെ, കോൺഗ്രസിൻ്റെ ലോക്കൽ യൂണിറ്റുകൾ അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ യൂണിറ്റുകൾ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകൾ എന്ന് വേണ്ട പറയുന്ന ഡിമാൻഡിനെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ ഈ ഡിവിഷൻ വളരെ വിസിബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ഈ തിരുവിതാംകൂർ കൊച്ചിനെയും മദ്രാസിൻ്റെ ഭാഗമായിട്ടുള്ള മലബാർ ഏരിയനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ട് ഐക്യ കേരള മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഈ ഐക്യ കേരള മൂവ്മെന്റിനകത്തുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള ലീഡേഴ്സ് എല്ലാവരും തന്നെ കോൺഗ്രസ്സുകാരായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ സൗത്ത് ഇന്ത്യയിലായിരുന്നു ഈ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങൾ നടക്കുന്ന ഒരു ഏരിയ. മറ്റൊരു ഏരിയ ഗുജറാത്തൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റിൻ്റെയും എമർജൻസി. അത് വരുന്നത് മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്ന തെലുഗു സ്പീക്കിംഗ് ഏരിയാസിൽ നിന്നാണ്. ഓക്കെ, മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്ന നോർത്തേൺ മദ്രാസ് സ്റ്റേറ്റ് ആയിരുന്നു ഇന്നത്തെ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് ജീവിക്കുന്ന കോൺഗ്രസ്സുകാരായിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ മദ്രാസ് സ്റ്റേറ്റിൽ നിന്ന് തെലുഗു സ്പീക്കിംഗ് ഏരിയാസിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട്
ആന്ധ്ര സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം എന്നുള്ള ഡിമാൻഡ് ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇത് 40s തൊട്ടേ ഉണ്ടായിരുന്നു. അത് ഈ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു, ഈ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകൾ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റുകൾ വന്നപ്പോൾ ഈ സമരങ്ങൾ ശക്തിപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സമരങ്ങളെ സ്പിയർ ഹെഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരു പ്രോമിനൻറ്റ് ലീഡറായിരുന്നു ഗാന്ധിയനും സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ്സുകാരനൊക്കെ ആയിരുന്ന പോട്ടി ശ്രീരാമുലു എന്ന് പറയുന്ന ആള്. ഈ പോട്ടി ശ്രീരാമുലു ആന്ധ്ര സ്റ്റേറ്റ് എന്ന് പറയുന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 1952 ഒരു 58 ദിവസത്തെ നിരാഹാര സമരം നടത്തുന്നുണ്ട്. ഓക്കെ, അതായത് ഇദ്ദേഹം ആന്ധ്ര സ്റ്റേറ്റ് കിട്ടുന്നത് വരെ, ഈ മദ്രാസ് പ്രൊവിൻസിനകത്തുള്ള തെലുഗു സ്പീക്കിംഗ് ഏരിയാസിനെ ആന്ധ്ര സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആക്കി മാറ്റുന്നത് വരെ മരണം വരെ നിരാഹാരം കിടക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് തെലുങ്ക് സംസാരിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ തെലുങ്ക് സംസാരിക്കുന്ന എല്ലാ പ്രദേശങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടൊരു സ്റ്റേറ്റ് എന്നല്ല. ഇവരുടെ ആവശ്യം മദ്രാസ് പ്രൊവിൻസിനകത്തുള്ള തെലുങ്ക് സംസാരിക്കുന്ന ഏരിയാസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആന്ധ്ര സ്റ്റേറ്റ് എന്നാണ്. കാരണം അത് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തെലങ്കാന എന്ന് പറയുന്ന പ്രദേശവും തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാരുള്ള റീജിയനാണ്. അന്ന് തെലങ്കാന റീജിയൻ അന്ന് ഹൈദരാബാദ് സ്റ്റേറ്റിന്റെ ഭാഗമാണ്. അപ്പോൾ അവരെ കൂടെ വേണമെന്ന് ഇവർ പറഞ്ഞിട്ടില്ല. ഇവർ പറഞ്ഞത് മദ്രാസ് പ്രൊവിൻസിനകത്തുള്ള തെലുങ്ക് സംസാരിക്കുന്ന ഏരിയാസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആന്ധ്ര സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് വേണം. അപ്പോൾ ഈ ഡിമാൻഡ് അന്ന് പല കാരണങ്ങളാൽ നെഹ്റു ഗവൺമെൻറ് നടപ്പിലാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ അവസാനം പുള്ളി വാക്ക് പാലിച്ചു. പുള്ളി പറഞ്ഞതുപോലെ മരണം വരെ നിരാഹാരം കടന്നു പുള്ളി മരിച്ചു. സോ ഈ പോട്ടി ശ്രീരാമുലുവിൻ്റെ മരണത്തിന് ശേഷം ഈ ആന്ധ്ര സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ടുള്ള സമരങ്ങൾ ഒരു വയലൻ്റ് പ്രൊട്ടസ്റ്റായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് വലിയ രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അവസാനം നെഹ്റു ഗവൺമെൻറ് ഈ ഡിമാൻഡ് അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ത്യൻ പാർലമെൻറ്റ് മദ്രാസ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് എന്ന് പറയുന്ന നിയമം പാസ്സാക്കിക്കൊണ്ട് 1953 ഓക്കെ ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം ഫോം ചെയ്യുന്നുണ്ട്. കുർണൂലായിരുന്നു ഇവരുടെ ക്യാപിറ്റൽ. അങ്ങനെ ആന്ധ്ര സ്റ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലെ ആദ്യത്തെ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്. അപ്പോൾ ഈ മദ്രാസ് പ്രൊവിൻസിനകത്തുള്ള തെലുങ്കു സ്പീക്കിംഗ് ഏരിയാസിനെ ആന്ധ്ര സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആക്കി മാറ്റി അതൊരു ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇതൊരു പാൻഡോറാസ് ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് പോലെയാണ്. കാരണം ഒരു ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പിന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ ഈ സെയിം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അടി ഉണ്ടാക്കും. അപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർ എന്താ പറയുക, ഇപ്പോൾ തെലുങ്കന്മാർക്ക് വേണ്ടിയിട്ട് ആന്ധ്ര സ്റ്റേറ്റ് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ഐക്യ കേരള തന്നുകൂടാ? അപ്പോൾ ഈ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വളരെ ശക്തമായിട്ട് ഉയരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതോട് കൂടിയിട്ട് ഈ പ്രശ്നം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് 1953 മറ്റൊരു കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അതാണ് 1953 നെഹ്റു ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്ത സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 53 നെഹ്റു ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്ത ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു 3 മെമ്പർ കമ്മീഷനായിരുന്നു. ഇതിനെ ഹെഡ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് സുപ്രീം കോടതി ജഡ്ജായിരുന്ന ജസ്റ്റിസ് ഫസൽ അലി എന്ന് പറയുന്ന ജഡ്ജായിരുന്നു. ഈ ജസ്റ്റിസ് ഫസൽ അലിയെ കൂടാതെ ഒരു സാമൂഹിക പ്രവർത്തകനും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫോർമർ മെമ്പറൊക്കെ ആയിരുന്ന ഹൃദയനാഥ് കുൻസ്രു അല്ലെങ്കിൽ HN കുൻസ്രു എന്ന് പറയുന്ന ഒരു മെമ്പർ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മലയാളിയും അതേപോലെ തന്നെ ഡിപ്ലോമാറ്റ് ഒക്കെ ആയിരുന്ന, പണ്ട് ബിക്കാനീർ സ്റ്റേറ്റിന്റെ ദിവാനും പിന്നീട് ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡർ ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്ന സർദാർ KN പണിക്കർ എന്ന് പറയുന്ന ഒരു മലയാളി ഉണ്ടായിരുന്നു. ഇവർ 3 പേരുമായിരുന്നു ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷന്റെ മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനെ ഹെഡ് ചെയ്തിരുന്നത് ഈ ജസ്റ്റിസ് ഫസൽ അലി ആയതുകൊണ്ട് തന്നെ ദ കമ്മീഷൻ വാസ് പോപ്പുലർലി നോൺ ആസ് ഫസൽ അലി കമ്മീഷൻ. ഓക്കെ, പക്ഷേ ഒഫീഷ്യലി ഇതിൻ്റെ പേര് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ആയിരുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ഈ പ്രശ്നത്തെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസ് നടത്തുന്നുണ്ട്. അവസാനം 1955 ഇവർ അവരുടെ റിപ്പോർട്ട് നെഹ്റു ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടിനകത്ത് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകൾ എന്ന് പറയുന്ന ഡിമാൻഡിനെ ഇവർ തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ ഭാഷകൾക്കും അല്ലെങ്കിൽ എല്ലാ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പിനും 1 ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ് 1 സ്റ്റേറ്റ് എന്നുള്ള ഫോർമുല ഇവർ റിജക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ലാംഗ്വേജിനെ ബ്രോഡ്ലി ഒരു സ്റ്റേറ്റ് ഫോർമേഷൻ്റെ ബേസിസ് ആയിട്ട് ഇവർ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഫസൽ അലി കമ്മീഷൻ ഈ അവരുടെ സ്റ്റഡീസിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടിനകത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഫസൽ അലി കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് 4-fold ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ് അബോളിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, ഒറിജിനലി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇന്ത്യയിലെ ടെറിട്ടറീസിനെ 4 ടൈപ്പ് സ്റ്റേറ്റുകളായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ആ 4-fold ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ് അവസാനിപ്പിക്കുക. അതിന് പകരം ഇന്ത്യൻ ടെറിട്ടറീസിനെ സ്റ്റേറ്റ്സ് എന്നും യൂണിയൻ ടെറിട്ടറീസ് എന്നും പറഞ്ഞിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് റിയോഗ്നൈസ് ചെയ്യാം. ഓക്കെ, ഇതായിരുന്നു ഒന്നാമത്തെ റെക്കമെൻഡേഷൻ. രണ്ടാമത്തെ റെക്കമെൻഡേഷൻ, ഇത്തരത്തിൽ സംസ്ഥാനങ്ങൾ റിയോഗ്നൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾ റിയോഗ്നൈസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഫസൽ അലി കമ്മീഷൻ വളരെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട്. അതായത് ലാംഗ്വേജ് ഒരു ബ്രോഡർ ഐഡിയയിൽ അല്ലെങ്കിൽ ഒരു ബ്രോഡ്ലി സ്പീക്കിംഗ് ലാംഗ്വേജ് ആസ് എ ബേസിസ് ഓഫ് റിയോഗ്നൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആയിട്ട് അംഗീകരിച്ചെങ്കിലും പ്യുവർലി ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസ്ഥാനങ്ങളെ റിയോഗ്നൈസ് ചെയ്യണം എന്നല്ല ഫസൽ അലി കമ്മീഷൻ പറയുന്നത്. ഫസൽ അലി കമ്മീഷൻ പറഞ്ഞത് 4 ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ 4 ക്രൈറ്റീരിയാസ് വെച്ചിട്ട് വേണം സംസ്ഥാനങ്ങളെ റിയോഗ്നൈസ് ചെയ്യാൻ. അതിൽ ഒരു ക്രൈറ്റീരിയ മാത്രമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു ആ 4 ക്രൈറ്റീരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പ്രിസർവേഷൻ ആൻഡ് സ്ട്രെങ്തനിങ് ഓഫ് ദി യൂണിറ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദി കൺട്രി. അതായത് നമ്മുടെ രാജ്യത്തിന്റെ യൂണിറ്റി, ഐക്യം, അതേപോലെ സെക്യൂരിറ്റി, ഓക്കെ, സുരക്ഷ, ഈ 2 കാര്യങ്ങളെയും പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സ്റ്റേറ്റുകൾ റിയോഗ്നൈസ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും കൊടുക്കേണ്ടത് രാജ്യത്തിന്റെ യൂണിറ്റി, സെക്യൂരിറ്റി, ഈ 2 കാര്യങ്ങൾ പ്രിസർവ് ചെയ്യുന്നതിലാണ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ഹോമോജിനിറ്റി, അതായത് ഭാഷാപരവും സാംസ്കാരികവുമായിട്ടുള്ള ഐക്യം. ഓക്കെ, അതായത് ഒരു സംസ്ഥാനത്തിനെ ഫോം ചെയ്യുന്ന സമയത്ത് ആ സംസ്ഥാനത്തിലെ പോപ്പുലേഷൻ ലിംഗ്വിസ്റ്റിക്കലി ആൻഡ് കൾച്ചറലി പറ്റുന്നിടത്തോളം ഹോമോജിനസ് ആയിരിക്കണം. ഓക്കെ, അതിൻ്റെ അർത്ഥം എല്ലാവരും ഒരേ ഭാഷ സംസാരിക്കുന്നവരായിരിക്കണം എന്നല്ല. അറ്റ്ലീസ്റ്റ് മെജോറിറ്റി പോപ്പുലേഷൻ എങ്കിലും ഒരു സിംഗിൾ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പിലും സിംഗിൾ കൾച്ചറൽ ഗ്രൂപ്പിലുള്ളവരായിരിക്കണം. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കുക, ലിംഗ്വിസ്റ്റിക് ഹോമോജിനിറ്റി മാത്രമല്ല പറയുന്നത്, അതിൻ്റെ കൂടെ കൾച്ചറൽ ഹോമോജിനിറ്റി കൂടി പറയുന്നുണ്ട്. അതായത് ചില സമയത്ത് ചിലപ്പോൾ ഒരു പ്രദേശത്തുള്ള ആളുകളൊക്കെ സംസാരിക്കുന്ന ഭാഷ സെയിം ആയിരിക്കും, പക്ഷെ അവരുടെ കൾച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ആന്ധ്രാപ്രദേശും തെലുങ്കാനയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിലുള്ള ആളുകളും തെലുങ്കാനയിലുള്ള ആളുകളും സംസാരിക്കുന്ന ഭാഷ സെയിം ആണ്. ഓക്കെ, ദേ സ്പീക്ക് ദ സെയിം ലാംഗ്വേജ്, തെലുങ്ക്. ഓക്കെ, തെലുങ്കാണ് അവരുടെ ലാംഗ്വേജ്, പക്ഷെ ദേ ആർ കൾച്ചറലി ഡിഫറെൻറ്റ്. അതുകൊണ്ടാണ് ഈ പണ്ട് തെലുങ്കാനയും ആന്ധ്രയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഉണ്ടാക്കിയെങ്കിലും തെലുങ്കാനക്കാർ സെപ്പറേറ്റ് സ്റ്റേറ്റ് വാങ്ങി പോകാനുള്ള കാരണം ഇതാണ്. അപ്പോൾ കൾച്ചറൽ ഹോമോജിനിറ്റി കൂടി നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ, എക്കണോമിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺസിഡറേഷൻസ്. അതായത് ഒരു ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പിന് ചുമ്മാ പോയിട്ടൊരു സ്റ്റേറ്റ് ഉണ്ടാക്കി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ആ സ്റ്റേറ്റിന് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാമ്പത്തികമായിട്ടുള്ള, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം, എക്കണോമിക്സ് നോക്കണം, എക്കണോമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നോക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നോക്കണം. ആൻഡ് ഫൈനലി പ്ലാനിങ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ ഇൻ ഈച്ച് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ദി നേഷൻ ആസ് എ ഹോൾ. ഓക്കെ, അപ്പോൾ ഈ 4 ക്രൈറ്റീരിയാസിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ റീഓർഗനൈസ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ 1 ലാംഗ്വേജ് 1 സ്റ്റേറ്റ് എന്ന് പറയുന്ന ഫോർമുലിനെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഫസൽ അലി കമ്മീഷനും റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ലാംഗ്വേജിനെ ബ്രോഡ്ലി ഒരു ക്രൈറ്റീരിയ ആയിട്ട്, ഒരു ബേസിസ് ആയിട്ട് അംഗീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 4 ക്രൈറ്റീരിയാസിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ റീഓർഗനൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ടെറിട്ടറീസിനെ 16 സ്റ്റേറ്റുകളും 3 യൂണിയൻ ടെറിട്ടറീസുമായിട്ട് റീഓർഗനൈസ് ചെയ്യണം എന്നാണ് ഫസൽ അലി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫസൽ അലി കമ്മീഷൻ റെക്കമെൻഡേഷൻസ് തത്വത്തിൽ ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ വിത്ത് സെർട്ടൈൻ മോഡിഫിക്കേഷൻസ്. അതായത് ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ട് അതേപടി അംഗീകരിച്ച് നടപ്പിലാക്കുകയല്ല ഗവൺമെന്റ് ചെയ്തത്. ബ്രോഡ്ലി പറയുന്ന റെക്കമെൻഡേഷൻസ് ഗവൺമെന്റ് അംഗീകരിച്ചു, പക്ഷേ ചില മോഡിഫിക്കേഷൻസോട് കൂടിയിട്ടാണ്, ചില ഭേദഗതികളോട് കൂടിയിട്ടാണ് ഇവർ ഇത് അംഗീകരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ, ഈ ഫസൽ അലി കമ്മീഷൻ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെന്റ് 1956 2 പ്രധാനപ്പെട്ട നിയമങ്ങൾ പാസ്സാക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് വൺ വാസ് ദി സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 1956. 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് ആണ്. രണ്ടാമത്തത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇത് നടപ്പിലാക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടും പാർലമെന്റ് പാസ്സാക്കുന്നുണ്ട്. അപ്പോൾ ഈ 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിന്റെയും സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ടിന്റെയും അടിസ്ഥാനത്തിൽ 56 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആൻഡ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട്, ഈ 2 നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യൻ ടെറിട്ടറീസിനെ കംപ്ലീറ്റ്ലി റീഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ 14 സ്റ്റേറ്റുകളും 6 യൂണിയൻ ടെറിട്ടറീസും 56 നിലവിൽ വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഫസൽ അലി കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത് 16 സ്റ്റേറ്റുകളും 3 യൂണിയൻ ടെറിട്ടറീസുമാണ്. പക്ഷെ പാർലമെന്റ് ഫോം ചെയ്തത് 14 സ്റ്റേറ്റുകളെയും
6 യൂണിയൻ ടെറിട്ടറീസിനെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഫസൽ അലി കമ്മീഷൻ റെക്കമെൻഡേഷൻ അതേപടി നടപ്പിലാക്കുകയല്ല ചെയ്തത്. ഇപ്പോൾ ഫസൽ അലി കമ്മീഷൻ സ്റ്റേറ്റുകളാക്കി മാറ്റണം എന്ന് പറഞ്ഞിരുന്ന പ്രദേശങ്ങളെ പാർലമെന്റ് സ്റ്റേറ്റുകളാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 16 സ്റ്റേറ്റുകൾ വേണമെന്നാണ് ഫസൽ അലി കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പാർലമെന്റ് ഫോം ചെയ്തത് 14 സ്റ്റേറ്റുകളെയാണ്. അപ്പോൾ അതിൽ സ്റ്റേറ്റ് ഹുഡ് കിട്ടാതെ പോയൊരു സ്ഥലമായിരുന്നു തെലങ്കാന എന്ന് പറയുന്നത്. അതായത് ഫസൽ അലി കമ്മീഷൻ അവരുടെ റെക്കമെൻഡേഷനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആന്ധ്ര സ്റ്റേറ്റ്, അതായത് 53-ൽ നിലവിൽ വന്ന മദ്രാസ് പ്രൊവിൻസിൽ നിന്നുള്ള തെലുങ്കു സ്പീക്കിംഗ് ഏരിയാസിന് ഉൾപ്പെടുത്തിയിട്ടുള്ള ആന്ധ്ര സ്റ്റേറ്റ്, ഓർത്തിരിക്കുക അന്ന് ആന്ധ്രാപ്രദേശ് ഇല്ല, ജസ്റ്റ് ആന്ധ്ര സ്റ്റേറ്റ് ആണ്. ഈ ആന്ധ്ര സ്റ്റേറ്റിലും ഹൈദരാബാദിന്റെ ഭാഗമായിട്ടുള്ള തെലങ്കാനയിലും ഉള്ള ആളുകൾ സംസാരിക്കുന്ന ഭാഷ സെയിം ആണെങ്കിലും ഈ 2 പ്രദേശങ്ങളെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സംസ്ഥാനമാക്കരുത് എന്ന് ഫസൽ അലി കമ്മീഷൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഫസൽ അലി കമ്മീഷൻ പറഞ്ഞത് ബിക്കോസ് ദേ ആർ കൾച്ചറലി ഡിഫറെൻറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ തെലങ്കാന സെപ്പറേറ്റ് സ്റ്റേറ്റ് ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ റെക്കമെൻഡേഷൻ റിജക്ട് ചെയ്തുകൊണ്ടാണ് ഈ തെലങ്കാനനെയും ആന്ധ്ര സ്റ്റേറ്റിനെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പാർലമെന്റ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ 2014 ഫസൽ അലി കമ്മീഷൻ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. 2014 ആകുമ്പോഴേക്കും ഈ ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലങ്കാനനെ ബൈഫർക്കേറ്റ് ചെയ്ത് തെലങ്കാന സെപ്പറേറ്റ് സ്റ്റേറ്റ് ആക്കി മാറ്റേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും അധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. അപ്പോൾ ഈ ഫസൽ അലി കമ്മീഷൻ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഈ റീഓർഗനൈസേഷനിലൂടെ വന്നിട്ടുള്ള 14 സ്റ്റേറ്റുകളും 6 യൂണിയൻ ടെറിട്ടറീസും ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിലുള്ള 14 സ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കേരളമാണ്. കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റിനെ മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്ന സദേൺ കാനഡ, അതേപോലെ തന്നെ അതായത് ഇന്നത്തെ കാസർഗോഡ്, അതേപോലെ മലബാർ എന്നീ മേഖലകളുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് കേരള സ്റ്റേറ്റ് വരുന്നു. ബാക്കിയുള്ള പ്രദേശങ്ങൾ മദ്രാസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതായത് ഓൾറെഡി 53 ആകുമ്പോഴേക്കും മദ്രാസ് സ്റ്റേറ്റിനകത്തുള്ള തെലുഗു സ്പീക്കിംഗ് ഏരിയാസ് ആന്ധ്രയായിട്ട് മാറി, മലയാളം സ്പീക്കിംഗ് ഏരിയാസ് കേരളമായിട്ട് മാറി, അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാഗമായിട്ട് മാറി. റിമൈനിങ് തമിഴ് മെജോറിറ്റി ഏരിയാസ് മദ്രാസ് എന്നുള്ള പേരിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ പേര് പിന്നീട് 69-ൽ തമിഴ്നാടെന്നാക്കി മാറ്റുന്നുണ്ട്. മൂന്നാമത്തത് ആന്ധ്രാപ്രദേശ് ആണ്. അതായത് ഓൾറെഡി 53-ൽ നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന ആന്ധ്ര സ്റ്റേറ്റിനെ ഹൈദരാബാദ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്ന തെലങ്കാനയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഫോം ചെയ്തു. പിന്നെ മൈസൂര്, ബോംബെ, ഒറീസന്റെ പേര് പിന്നീട് 2011-ൽ ഒഡീഷയായിട്ട് മാറ്റുന്നുണ്ട്. വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാന്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, അസാം, പഞ്ചാബ്, ബീഹാർ, ഇങ്ങനെ 14 സ്റ്റേറ്റുകൾ 56-ൽ നിലവിൽ വരുന്നുണ്ട്. പിന്നുള്ള 6 യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത്, അതിൽ ഒന്നാമത്തത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ആയിരുന്നു. രണ്ടാമത്തത് ഡൽഹിയാണ്. മൂന്നാമത്തത് ഹിമാചൽ പ്രദേശാണ്. നാലാമത്തത് ലക്ഷദ്വീപ്, മിനിക്കോയ് ആൻഡ് അമിൻദവി ഐലൻഡ്സ് ആണ്. അതായത് മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്ന ലക്ഷദ്വീപിനെ ഒരു സെപ്പറേറ്റ് യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി. ലക്ഷദ്വീപിന്റെ ആദ്യ കാലഘട്ടത്തിൽ 56-ൽ ലക്ഷദ്വീപ് ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുന്ന സമയത്ത് അവരുടെ പേര് ലക്ഷദ്വീപ്, മിനിക്കോയ് ആൻഡ് അമിൻദവി ഐലൻഡ്സ് എന്നായിരുന്നു. അത് പിന്നീട് 1973-ലാണ് ലക്ഷദ്വീപായിട്ട് മാറുന്നത്. പിന്നെ മണിപ്പൂർ ആൻഡ് ത്രിപുര, ഇങ്ങനെ 6 യൂണിയൻ ടെറിട്ടറീസും നിലവിൽ വരുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ പ്രോസസ്സ് ഇതോടുകൂടി അവസാനിക്കുകയല്ല ചെയ്യുന്നത്, പിന്നീട് അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ റീഓർഗനൈസേഷനും അതേപോലെ തന്നെ ദാമൻ ആൻഡ് ദിയു ആൻഡ് ദാദ്ര നഗർ ഹവേലിയുടെ മേജറൊക്കെ ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡ്സ് ആണ് 2019-20-ലൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ അത് പിന്നെയും കുറേ കാര്യങ്ങൾ ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷന് ശേഷം എന്നുള്ള പിന്നീട് നടന്നിട്ടുള്ള റീഓർഗനൈസേഷൻസ് പിന്നെയും നമുക്ക് കുറേ പറയാനുണ്ട്. പക്ഷേ ഇതുവരെയാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ്റെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കൺസോൾട്ടേഷനെ കുറിച്ചും അതുപോലെ തന്നെ ഇന്ത്യയുടെ റീഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടും പറയാനുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഓൾ ആൻഡ് സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.